صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل من الصحابة أجمعين الفائزين برضا الله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഇത് കുട്ടികൾക്കുള്ള ക്ലാസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് കുട്ടികളെ വീഡിയോയിൽ കാണുന്നുണ്ട്. ഇത് കുട്ടികൾക്കുള്ള ക്ലാസ് അല്ല, ഇത് പാരന്റ്സ് ട്രെയിനിങ് ആണ്. നിർദ്ദേശങ്ങളൊക്കെ യഥാവിധി ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടത് പാരന്റ്സിനെ പേഴ്സണലിയും ഗ്രൂപ്പിലൂടെയും ട്രെയിനേഴ്സ് മുദർരിബാറ്റ് അറിയിച്ചിട്ടുണ്ടാകും ഇൻഷാ അള്ളാഹ്. ഇത് കുട്ടികൾക്കുള്ളതല്ല. കുട്ടികൾ അവിടെ എവിടെയെങ്കിലും ഇരിക്കണം എന്നും ഇല്ല, അവർക്ക് അവരുടെ പണി നോക്കി പോകാം ഇൻഷാ അള്ളാഹ്. ഇത് ടോട്ടലി പാരന്റ്സിന്, പ്രത്യേകിച്ച് ഉമ്മമാർക്കുള്ള ട്രെയിനിങ് സെഷനാണ്. നമാസ് മാസ്റ്ററിയുടെ ഭാഗമായി പാരന്റ്സിനുള്ള ട്രെയിനിങ് സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇൻഷാ അള്ളാഹ്. ഈ ട്രെയിനിങ് സെഷൻ കഴിയുമ്പം ഓരോ പാരന്റും പറയും, അല്ലെങ്കിൽ ചിന്തിക്കും, ഈ ഒരു സാധനം ആഗ്രഹിച്ചിരുന്നു എന്ന്. ആ രൂപത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനിലാണ് ഇപ്പൊ നമ്മളുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉഷാറാക്കാനാണല്ലോ നിങ്ങൾ നമാസ് മാസ്റ്ററിൽ നിങ്ങളെ കുട്ടികളെ പങ്കെടുപ്പിച്ചത്. മാഷാ അള്ളാഹ്, നല്ല പാർട്ടിസിപ്പേഷൻ ആണ് പല കുട്ടികളിൽ നിന്നും ഉണ്ടായത്. പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മികവായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. അപ്പൊ തീർച്ചയായും പാരന്റ്സ് ഈ വിഷയത്തിൽ എക്വിപ്ഡ് ആവണം, നിങ്ങളുടെ കയ്യിൽ ആയുധം വേണം എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമാസ് മാസ്റ്ററിയുടെ ഭാഗമായി പാരന്റ്സിന് കൊടുക്കുന്ന ട്രെയിനിങ് ആണിത്. ഇതിൽ ഓൾറെഡി നമാസ് മാസ്റ്ററി കോഴ്സ് പൂർത്തിയായ കുട്ടികളുടെ പാരന്റ്സ് ഉണ്ടാവും. നമാസ് മാസ്റ്ററി 1, 2 ഒക്കെ അതാണ്. ഓൺ ഗോയിങ് കുട്ടികൾ ഉണ്ടാവും. നമാസ് മാസ്റ്ററി 3, 4, 5, 6, 7, 8, 9 ഒക്കെ അതാണ്. ഇനിയിപ്പം ഉദ്ഘാടനം കഴിഞ്ഞ് നാളെ ക്ലാസ് തുടങ്ങുന്ന പാരന്റ്സും ഉണ്ടാവും. അതാണ് നമാസ് മാസ്റ്ററി ബാച്ച് 10. ഇനി റമദാന് മുമ്പായിട്ട് വേറൊരു ബാച്ച് ഇല്ല, ലാസ്റ്റ് ബാച്ചാണ് നമാസ് മാസ്റ്ററി 10. അപ്പൊ എല്ലാ പാരന്റ്സും ഇതിലുണ്ട്. അപ്പോ 10 ബാച്ചുകൾക്ക് ഒരുമിച്ചൊരു ക്ലാസ് ആക്കുക എന്നുള്ള നിലക്കാണ് ഒന്ന് ലേറ്റ് ആക്കിയത്. അപ്പോ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടാകും. മാക്സിമം ഈ ക്ലാസ്സിന്റെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ട്രെയിനേഴ്സ് നിങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടാകും. വീഡിയോ സ്വിച്ച് ഓൺ ചെയ്യുക, എനേബിൾ ചെയ്യുക, മുഖം മറച്ചിട്ട് വീഡിയോ എനേബിൾ ചെയ്യുക. ബുദ്ധിമുട്ടുള്ളവർ ചെയ്യണമെന്നില്ല, പക്ഷെ ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നാലായിരിക്കും നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുക ഇൻഷാ അല്ലാഹ്. എന്താണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്? മൈക്ക് ആരും ഓൺ ചെയ്യണ്ട കേട്ടോ. മൈക്ക് മൈക്കാരും ഓൺ ചെയ്യണ്ട. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഈ സെഷൻ. അപ്പൊ അതിന്റെ ഓഡിയോ ചിലപ്പം ആവശ്യം ഉണ്ടാവും. ഓഡിയോ, വീഡിയോ അല്ല. അപ്പൊ അതിനാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോ നിങ്ങളുടെ വോയിസ് അതിലേക്ക് കയറി വരണ്ട. അപ്പൊ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നേർച്ചറിങ് പങ്ക്ച്വാലിറ്റി ഇൻ നമാസ് അറ്റ് ഹോം. കുട്ടികളിൽ നിസ്കാരത്തിൽ
കൃത്യത എങ്ങനെ വരുത്താം, അതിന് പാരൻസ് എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ വളരെ ബേസിക് ആയിട്ട് എന്തൊക്കെ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഇതിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ഏതാണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഏകദേശം ആശങ്കകൾക്കും ഇന്ന് പരിഹാരമാകും. ഇതിന്റെ അടുത്ത സെഷനുകളൊക്കെ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ നമാസ് മാസ്റ്ററി ബാച്ച് ക്ലോസ് ചെയ്യലോടുകൂടി നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഇനി എന്താ നിങ്ങൾ കാട്ടിക്കോളി എന്ന് പറയുന്ന ഒരു പരിപാടിയല്ല ഇത്. അത് ആമുഖമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ ഈ നമാസ് മാസ്റ്ററി എന്ന ഈ ഒരു കോഴ്സ് അധികം നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ കുറേ അക്കാഡമികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു കോഴ്സ് ഒരു പക്ഷെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവൂല. ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ പാരൻസ് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി പാരന്റിങ് ആണ്. കുട്ടികളെ വളർത്തുന്നതിൽ വലിയ വെല്ലുവിളി നേരിടുന്നുണ്ട്. ആ വെല്ലുവിളിയിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് നിസ്കാരം, കുട്ടികളുടെ നിസ്കാരമാണ്. കുട്ടികളുടെ നിസ്കാരമാണ് ഏറ്റവും മുന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അപ്പൊ 7 വയസ്സ് മുതലേ കുട്ടികളെ വളരെ ശ്രദ്ധയോടുകൂടി നിസ്കാരത്തിന്റെ വിഷയത്തിൽ കുട്ടീനെ ട്രാക്കിലേക്ക് കയറ്റണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന പാരൻസ് ഒരുപാടുണ്ട്. പക്ഷേ ലക്ഷ്യത്തിലെത്തുന്നില്ല. തുടക്കത്തിൽ ഉള്ള ആ ഒരു ആവേശം പിന്നീട് കുട്ടികൾക്ക് കിട്ടുന്നില്ല. എവിടെയോ ഒരു എന്താ പറയാ, ഒരു പിന്നോട്ട് വലിയ കുട്ടികളിൽ കാണുന്നു, പ്രത്യേകിച്ച് പുതിയ ജനറേഷൻ ജെൻസിയിൽ. അപ്പം പാരൻസ് ആകെ, കാരണം പാരൻസ് എന്ന് പറയുന്നത് അവർ കണ്ടു വളർന്ന ഒരു ഇസ്ലാം ഉണ്ട്. അതത് സമയങ്ങളിൽ നിസ്കരിക്കും, കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നിസ്കരിക്കണം എന്നുള്ളൊരു ബോധവും കാര്യങ്ങളും, പ്രത്യേകിച്ച് ഉമ്മമാര്. അപ്പൊ ആ ഒരു അവസ്ഥ അവരുടെ മനസ്സിലുണ്ടായിരിക്കെ കുട്ടികളിൽ അത് കാണാതിരിക്കുമ്പോൾ അവർ നേരിടുന്ന ഒരു പ്രത്യേകതര അവസ്ഥയുണ്ട്. അത് ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഖുർആൻ പഠിക്കുന്ന കുട്ടികളുടെ വിഷയത്തിൽ പാരൻസ് ഈ ഒരു വിഷയം ഞങ്ങളോട് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഖുർആനൊക്കെ പഠിക്കുന്നുണ്ട്, ഹിഫ്ളാണ് പഠിക്കുന്നത്, ഖുർആനൊക്കെ എന്താ ഉഷാർ, അങ്ങനെ ഇങ്ങനെ. പക്ഷെ നിസ്കാരത്തിന് ഞാനൊരു 15 വട്ടം പറയണം, അല്ലെങ്കിൽ 50 വട്ടം പറയണം. ചിലപ്പോൾ പറഞ്ഞാലും നിസ്കരിക്കൂല. അവസാനം ഞാൻ ചൂടാവണം, എൻ്റെ ഒച്ച തൊണ്ട പോയി, എൻ്റെ ഒച്ച അടഞ്ഞു, എനിക്കിപ്പോൾ സുഖമില്ല, എനിക്ക് ടോൺസസ് ആണ്, ഈ കുട്ടിനോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് മാത്രം എനിക്ക് സുഖമില്ലാണ്ടായി. എൻ്റെ ഒച്ച കേട്ടിട്ട് ഭർത്താവിന് ദേഷ്യം പിടിക്കും, നീ എന്തിനാ ഇങ്ങനെ കൂക്കി വിളിക്കുന്നതെന്ന് ചോദിക്കും. ആ അയൽവാസികൾ വിചാരിക്കും ഞാനൊരു പടവെട്ടുകാരിയാണ് എന്ന്. അങ്ങനെ മൊത്തത്തിൽ ഒരു നെഗറ്റിവിറ്റി ഫീലിംഗ് ആണ്. കുട്ടിന്റെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ തലവേദന സഹിക്കാൻ കഴിയാതെ ഒച്ചപ്പാടുണ്ടാക്കിയും ഏറ്റുമുട്ടലുണ്ടാക്കിയും കുട്ടികളിൽ ട്രബിൾ ഉണ്ടാക്കി, വീടിന്റെ ഉള്ളിൽ നെഗറ്റിവിറ്റി ഇമ്പാക്റ്റ് ഉണ്ടാക്കി, അങ്ങനെ മൊത്തത്തിൽ ലൈഫായ മൊത്തത്തിൽ ഒരു മൂലക്കിരുന്ന് ഇങ്ങനെ ചിന്തിക്കും, എന്താ ഞാൻ ചെയ്യാ, ഞാൻ നിസ്കരിക്കാണ്ടി കുട്ടി വളർന്ന ഇത് നരകത്തിലേക്കല്ലേ പോവാ, അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ അധ്വാനിക്കുന്നു എന്ന് വളരെ സങ്കടത്തോട് ചിലപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മൂപ്പർക്ക് ഇത് ശരിക്കായിട്ട് മനസ്സിലാവൂല, കാരണം മൂപ്പർ വീട്ടിലുണ്ടാവൂല. അതൊക്കെയാണ് ശരിയാവും എന്നൊക്കെ മൂപ്പർ സമാധാനിപ്പിക്കും. പക്ഷെ ഞമ്മക്ക് നല്ല ബേജാറുണ്ട്, ഇവൻ ശരിയാവാത്ത കോലത്തിലാണ് പോകുന്നത്. ഞാനിപ്പം നിങ്ങളായിട്ട് സംസാരിക്കാൻ കേട്ടോ, നിങ്ങളിൽ ഒരാളായിട്ട് ഞാൻ സംസാരിക്കാണ്. അപ്പോ ഇതിനൊരു പരിഹാരം വേണം. അതിന് 2 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്ന്, ഈ കുട്ടികൾക്ക് വേണ്ട വിധത്തിലുള്ള ഇൻഫർമേഷൻ, ഒന്ന്. അവയർനെസ്, 2. 3 വില്ലിങ്നെസ്. അപ്പം ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിസ്കാരം എന്ത്, ഏത്, എങ്ങനെ, ഇങ്ങനെയുള്ള അറിവ് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും, പരീക്ഷയ്ക്ക് മാർക്കും കിട്ടിയിട്ടുണ്ടാവും, പക്ഷെ കറക്റ്റ് അറിവുണ്ടാവില്ല. അപ്പൊ മുതിർന്ന ആളുകളൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഏതാണ്ട് ശരിയായ അറിവില്ല. എന്തിനു വുദൂവിന്റെ ഷർത്ത് ചോദിച്ചാൽ ആകെ പ്രതിസന്ധിയായി. വുദൂവിന്റെ ഷർത്ത് ഏതൊക്കെയാണ്? വുദു ശരിയായ രൂപത്തിൽ വുദു ചെയ്യുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെയാണ് മുന്നോട്ട് പോവാണ്. അപ്പം ഇൻഫർമേഷൻ ആദ്യം വേണം. ഓക്കെ, നമാസ് മാസ്റ്ററിൽ അതുണ്ട്, കുട്ടികൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തത്
ട്രെയിനിങ് ആണ്. രണ്ടാമത്തത് ട്രെയിനിങ്ങിലൂടെ അവയർനെസ് ഉണ്ടാക്കുക. നിസ്കാരം എന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം. നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തെ ഒരു സംഭവമൊന്നുമല്ല, ഉറങ്ങുമ്പോഴത്തെ സംഭവമല്ല, സ്കൂളിൽ പോകുമ്പോഴത്തെ ഒരു സംഗതിയല്ല. അതൊരു വേറെ തന്നെ ഒരു സംഭവമാണ് എന്നൊരു അവയർനെസ് കുട്ടികളിൽ ഉണ്ടാവുക. അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തത് ഇൻഫർമേഷനും അവയർനെസ്സും ഉണ്ടായ ശേഷം കുട്ടികളിൽ ഒരു വില്ലിങ്നെസ് വരണം. ഒരു എന്താ പറയാ, ഒരു സ്വന്തം തയ്യാറാകുന്ന ഒരവസ്ഥ. നിസ്കരിക്കാൻ സ്വയമേവ അവർ തയ്യാറാകുന്ന, സെറ്റാകുന്ന, വാങ്ങ് കേൾക്കുമ്പോൾ തന്നെ ഒരു ബോധം വരുന്ന, അവർക്ക് തന്നെ ഒരു നിസ്കരിക്കണം എന്ന് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതാണ് കുട്ടികൾക്കുള്ള പ്രോസസ്സ്. ആ പ്രോസസ്സ് നമാസ് മാസ്റ്ററിയിൽ മാക്സിമം, ഞാനിപ്പം ഇത് അള്ളാഹു നേരിട്ട് ആകാശത്ത് നിന്ന് നൂലുമ കെട്ടി ഇറക്കിയ ഒരു സാധനം നിങ്ങളെ മുന്നിൽ ഇങ്ങനെ പൊട്ടിക്കല്ല. ഇത് അങ്ങേയറ്റത്തെ ഒരു പരിശ്രമം, പാരൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പരിശ്രമമാണ്. അൽഹംദുലില്ലാ വളരെ പോസിറ്റീവായിട്ടാണ് പാരൻസ് ഒക്കെ പ്രതികരിക്കുന്നത്. കാരണം ഇതുവരെ ഓൺലൈൻ ക്ലാസ്സിൽ നേരാമണ്ണം ഒറ്റ ക്ലാസ്സിൽ ഇരിക്കാത്ത കുട്ടികൾ നല്ല വൃത്തിയിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നു. ഇതാണ് പാരൻസ് പറയുന്ന ഫസ്റ്റ് ഫീഡ്ബാക്ക്. അത് ഇതിന്റെ സിലബസിന്റെ മൈക്രോ ലേണിംഗ് ആക്ടിവിറ്റീസിന്റെ പ്രത്യേകതയാണ്. അപ്പോൾ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എന്തെല്ലോ ഒരു മാറ്റം, ഒരു ബോധം വന്നിട്ടുണ്ട്. മൊത്തത്തിലൊരു ചെയ്യുന്നത് ആർക്കോ വേണ്ടി കൊടുക്കുക, ആർക്കോ വേണ്ടി നിസ്കരിക്കുക എന്നതിനപ്പുറത്ത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് എന്ന ഒരു സംതൃപ്തകരമായ ഒരു അവസ്ഥ പാരൻസ് ഒക്കെ ഷെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നമാസ് മാസ്റ്ററിയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു പാരന്റ് ഇസ്ലാമികമായി ജീവിക്കാൻ ഉറപ്പിച്ചിട്ടുള്ള ഒരു പാരന്റ് അല്ലെങ്കിൽ ഒരു ഫാമിലി, അവർക്കൊരു 2-3 കുട്ടികളുണ്ട്. ഈ 2-3 കുട്ടികളെ എന്തായാലും ദീനിൽ ഉറപ്പിച്ച്, പ്രധാനമായും നിസ്കാരമൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ ഈ കുട്ടികളെ ഉഷാറാക്കി ദീനിൽ തന്നെ ഉറപ്പിച്ച് നിർത്തിയിട്ട് കൊണ്ടുപോകണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന കുറെ പാരൻസ്. ഈ പാരൻസിന് ഒരു പരിഹാരം എന്നുള്ളതാണ് നമാസ് മാസ്റ്റർ. ഇപ്പൊ ഇതിപ്പം നിലവിൽ 10 ബാച്ച് എന്ന് പറഞ്ഞാൽ 10, 150, ഒരു 200-ന്റെ അടുത്ത് കുട്ടികൾ എന്ന് കൂട്ടിക്കോളും. ചില ബാച്ചിൽ 20, 22 കുട്ടികളുണ്ട്, ചില ബാച്ചിൽ 18 കുട്ടികൾ, അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പൊ ഒരു 200-ന്റെ അടുത്ത് കുട്ടികളാണ് ഇപ്പൊ നിലവിൽ നമാസ് മാസ്റ്ററി അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ ഓൺ ഗോയിങ് ബാച്ചുകളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നിസ്കാരം എന്നത് വിലയില്ലാതെ പോകുന്ന ഒരു കാലത്തെ മുന്നിൽ കാണുകയാണ് നമ്മൾ. നിസ്കാരം എന്നതൊരു വിഷയമല്ല, കേസല്ല എന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ മുന്നിൽ. ആ കാലം എത്തുന്നതിന് മുന്നേ ഒരു മുഴം നീട്ടിയെറിയാൻ പറ്റില്ല. ഈ കുട്ടികളെ പരിശീലിപ്പിക്കണം, ഇതൊരു ഹാബിറ്റായി മാറണം. അങ്ങനെ തീരുമാനിച്ചിട്ടാണ് നമ്മളുള്ളത്. അപ്പൊ തീർച്ചയായും ഇത് നമുക്ക് മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കണം. നമ്മുടെ ശ്രമം അതാണ്. എന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ഈ അലട്ടുന്ന പ്രശ്നത്തിന് ഞങ്ങളെ കൊണ്ട്, ഇബ്നു അബ്ബാസ് അക്കാഡമിയെ കൊണ്ട് 100% പരിഹാരമാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇനി ഒരു 90% പരിഹാരമാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഒരു 80% പരിഹാരമാക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അങ്ങനെ, ഇനി ഒരു 50% പരിഹാരം ആകുന്നുള്ളൂ എങ്കിൽ അങ്ങനെ. ഓരോ കുടുംബത്തിലും ഓരോ കുട്ടിയിലും വ്യത്യസ്ത രൂപത്തിലാണ് ഇത് ഇമ്പാക്ട് ഉണ്ടാക്കുക. എന്തായാലും അറ്റ്ലീസ്റ്റ് ഒരു 50% ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. അതിന്റെ ഭാഗമായിട്ടാണ് നമാസ് മാസ്റ്ററി എന്ന കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. കുട്ടികൾക്കുള്ള ഇൻഫർമേഷൻ ക്ലാസ്സിലൂടെ കിട്ടുന്നുണ്ട്, ഷുവറാണ്. കുട്ടികളുടെ അവയർനെസ്, അവർക്കുള്ള അവബോധം ഉണ്ടാക്കുന്നുണ്ട് ക്ലാസ്സിൽ. പിന്നെ വില്ലിങ്നെസ്, അതിനുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഈ പാരന്റ്സ് ട്രെയിനിങ്ങിലൂടെയാണ് കുട്ടികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ പരിപൂർണമായി എത്തുക എന്നതിൽ യാതൊരു സംശയമില്ല. അതിൽ തന്നെ ഇപ്പം ഈ വീഡിയോ ഓൺ ചെയ്ത് കയ്യിൽ പേനയും ചെറിയൊരു നോട്ട് ബുക്കൊക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും, പല തിരക്കിനിടയിലുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ, പക്ഷെ നമ്മുടെ കുട്ടികളുടെയും പുതിയ ജനറേഷന്റെയും നമ്മുടെ വീടിന്റെയും ഫാമിലിന്റെയും ആഹ്റത്തിന്റെയും വിഷയമായതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണെന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. എൻ്റെ മാതിരി വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ല നിങ്ങളാരും, നിങ്ങളൊക്കെ തിരക്കുള്ള ആൾക്കാരാണ്. അപ്പൊ ആ തിരക്കിനിടയിലാണ് ഈ ഇരിക്കുന്ന പാരന്റ്സ് ഉണ്ടല്ലോ, ഈ നോട്ടും പേനയും ആയിട്ട് ഇങ്ങനെ വീഡിയോയിൽ ഇരിക്കുന്ന പാരന്റ്സ്, ഇൻഷാ അല്ലാഹ്
100% ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന പാരൻസ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ളവരെ കുറിച്ച് എനിക്ക് അറിയില്ല, കാരണം അവര് ഇരിക്കുകയാണോ, എഴുതുകയാണോ, പ്രിപ്പറേഷനിലാണോ, ശരിക്കും ലിസണിങ്ങിലാണോ ഉള്ളത്, അല്ല വെറുതെ ഓണാക്കിയിട്ടിട്ട് കറി ഉണ്ടാക്കുന്ന തിരക്കിലാണോ, അല്ലെ വീട്ടിൽ വന്ന അതിഥിയോട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തില്ല, ഉറപ്പില്ല. പക്ഷെ ഈ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് ഉറപ്പാണ്, അവർ ഇതിന് ഒരുങ്ങി വന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത്, ഇന്നിപ്പോ ശരിക്കും ഫുൾ ആയിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ടാം ഭാഗം വെക്കോട്ടോ. അധിക സമയങ്ങൾ ഇരുത്തൂല, കാരണം പിന്നെ അത് പാടില്ല. കാരണം നിങ്ങൾ അത്രയും ബിസിയുള്ള ആൾക്കാരാണ്, ചെറിയ കുട്ടികളുള്ളവരുണ്ട്, വീട്ടില് തിരക്കുള്ള സമയമാണല്ലോ. പക്ഷെ ഒരു ഗത്യന്തരമില്ലാതെ നിങ്ങൾ താല്പര്യപൂർവ്വം വന്നിരിക്കുന്നതാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാല്, പിന്നെ എന്താണ് ടീച്ചിങ്, എന്താണ് ട്രെയിനിങ്, എന്താണ് ഫോഴ്സിങ്, ഇതൊക്കെ നമ്മൾ പറയാൻ പോവാണ്. പിന്നെ പങ്ക്ച്വാലിറ്റി ആണ് നമാസിൽ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പങ്ക്ച്വാലിറ്റി, സമയത്തിന് നിർവഹിക്കുക എന്നുള്ള, അതിനെ നിലനിൽപ്പുള്ളൂ. സമയം തെറ്റി ക്രമരഹിതമായി, ഇത് നിങ്ങൾക്കും കൂടി ഉപകാരമുള്ള ക്ലാസ് ആയിക്കോട്ടോ, കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ വിചാരിക്കരുത്, പാരൻസിന് കൂടി ഏറെ ഉപകാരപ്പെടുന്ന ഒരു സെഷൻ ആയിരിക്കും. നിസ്കരിക്കുക എന്നതല്ല, സമയത്തിന് നിസ്കരിക്കുക എന്നുള്ളതാണ് പ്രധാനം. കാരണം ജക്കാത്ത് കൊടുക്കും പോലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അമാലുകൾ ചെയ്യും പോലെ അല്ല, ഇത് കറക്റ്റ് ടൈമിംഗ് ആണ്. അപ്പോ കിതാബം മൗഖൂത എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. ടൈമിംഗ് ആണ് ഇതിന്റെ പ്രാധാന്യം. അപ്പൊ ടൈമിങ്ങിന് നിസ്കരിക്കണം എന്നത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും, എന്താണ് അതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു ടീച്ചിങ് എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ ആണ്, ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഗൈഡൻസ് കൊടുക്കലാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഗൈഡൻസ് കൊടുക്കുക, അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. മറ്റത് ഇൻഫർമേഷൻ പാസ് ചെയ്യാം, മഗ്‌രിബിലെ സമയം ഏതാണ്, വുളൂ എടുക്കൽ എങ്ങനെയാണ്, വാങ്കൊടുക്കൽ എങ്ങനെയാണ്, നിസ്കരിക്കൽ എങ്ങനെയാണ്, ഇങ്ങനെ ഇൻഫർമേഷൻ മാത്രം കൊടുക്കാം. മറ്റേത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നതിനാണ് ട്രെയിനിങ് എന്ന് പറയാം. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ലെക്ചറിങ് അല്ല. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് കൊടുത്തിട്ട് ആ കുട്ടിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കൽ, വലിയ ആളാണ് വലിയ ആളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, അതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഫോഴ്സിങ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഫോഴ്സിങ് ഇന്ന് ഞാൻ ഈ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്ത പാരൻസിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയല്ല, ജനറലി പറയുകയാണെങ്കിൽ ഫോഴ്സിങ് ആണ് നടക്കുന്നത്. ഫോഴ്സിങ് ആണ്. പിന്നെ ടീച്ചിങ് അല്ല, പാരൻസിന്റെ ഭാഗത്തുനിന്ന് ടീച്ചിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാറില്ല. ടീച്ചിങ് ഇല്ല, ട്രെയിനിങ്ങോ അതുമില്ല. അപ്പൊ നിങ്ങളിൽ ആരെങ്കിലും നല്ല യോഗ്യരായ പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളല്ല, ബാക്കിയുള്ളവരാണ് മനസ്സിലാക്കിയാൽ. ട്രെയിനിങ്ങും കുട്ടികൾക്ക് പാരൻസിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. പിന്നെ ഉള്ളത് ഫോഴ്സിങ് ആണ്. നമുക്ക് ആകെ ആ ഓൾഡ് സിലബസ് മാത്രമേ അറിയുള്ളൂ. ഫോഴ്സ് ചെയ്യാൻ, ഫോഴ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിയർ ബേസ്ഡ് കോംപ്ലയൻസ്. ഫിയർ ബേസ്ഡ് ആണ് ഈ ഫോഴ്സിങ് എന്ന് പറഞ്ഞാൽ. എടാ നിസ്കരിക്കടാ, എത്ര സമയടാ പറയുന്നേ, നിസ്കരിക്ക് വേവാ, ഈ പൈസ കൊടുക്കും. ഇതാണ് ഫോഴ്സിങ് എന്ന് പറയുന്നത്. ഇത് സംഗതി എന്തുകൊണ്ടാണ് ഫോഴ്സിങ് നമ്മൾ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരാൾ ടൈപ്പ് ചെയ്യാൻ സൗകര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ എല്ലാരെയും അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള സൗകര്യം മ്യൂട്ടിങ് മാറ്റിയിട്ട് മ്യൂട്ട് ചെയ്യാനുള്ള സൗകര്യം വെക്കാം. എന്നാലും ആരെങ്കിലും എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഫോഴ്സിങ് സെലക്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും? എളുപ്പമാണ്. ഫോഴ്സിങ് എന്ന് പറയുന്നത് എളുപ്പം പരിപാടിയാണ്. ട്രെയിനിങ് ഒക്കെ പണിയുള്ള പരിപാടിയാണ്. ഫോഴ്സിങ് എളുപ്പമാണ്. സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട് അതിൽ നമ്മൾ വരും, ആ ചർച്ച നമ്മൾ ചെയ്യും. ഒട്ടും പറഞ്ഞാൽ കേൾക്കാണ്ട് ആവുമ്പോൾ ഫോഴ്സിങ്. ഫോഴ്സിങ്ങിൽ നമ്മൾ എന്തുകൊണ്ട് എത്തേണ്ടി വരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഒട്ടും പറഞ്ഞിട്ട് കേൾക്കാത്തത്? കുട്ടി ആര്, കുട്ടിയുടെ ഏജ് എന്താണ്, എങ്ങനെയാണ് പറയേണ്ടത്, ഏത് രൂപത്തിലാണ് കുട്ടിയെ കാര്യത്തിലേക്ക് എത്തിക്കേണ്ടതെന്നുള്ള കൃത്യമായ ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് കാര്യം. അപ്പൊ നമുക്ക് അറിയുന്നത് ഫോഴ്സിങ്.
അപ്പൊ അറിയുന്നതാണ് എളുപ്പമാണ്. കുറേ വട്ടം നമ്മൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ കുറെ പണിയെടുക്കേണ്ടി വരും. മറ്റേത് ബഹിഷ്കരിക്കടാ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബഹിഷ്കരിച്ചോളും. നല്ല എളുപ്പ. എന്താ സുഖം അല്ലേ? നല്ല സുഖമാണ്. അപ്പൊ എളുപ്പമാണ് ഒന്ന്. മറ്റൊന്ന് മറ്റേതൊന്നും നമുക്ക് അറിയില്ല ശരിക്കും അതിന്റെ പ്രോപ്പർ. കുറെയൊക്കെ നമ്മൾ സോഫ്റ്റ് ആകാനൊക്കെ ശ്രമിക്കും. പുതിയ കാലത്ത് യൂട്യൂബ് ഒക്കെ കുറെ കണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ കുറെ പങ്കെടുത്ത് പല രൂപത്തിൽ എഡ്യൂക്കേറ്റഡ് ആണ് നമ്മുടെ പേരൻസ് എല്ലാം. പക്ഷേ അതിന്റെ ശരിയായ ഇഫക്റ്റീവായ രൂപമൊന്നും അറിയില്ല. അപ്പൊ അറിയാത്തത് കൊണ്ട് നമുക്ക് അറിയുന്ന ഒരു സാധനം ഫോഴ്സിങ് ആണ്. ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള, പേടിപ്പിച്ചിട്ട് ഫോഴ്സ് ചെയ്തിട്ട് പിന്നെ എൻഫോഴ്സ് ചെയ്യുക. പക്ഷെ ഇസ്ലാം എപ്പോഴും ട്രെയിനിങ്ങിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, എൻഫോഴ്സ്മെന്റിന് മുന്നേ. എൻഫോഴ്സ്മെന്റിന് മുമ്പ് ട്രെയിനിങ് ഇസ്ലാമിൽ എല്ലാത്തിനും കാണാം. അതാണ് നമ്മൾ 7 വയസ്സിൽ നിസ്കരിക്കാൻ പറയണമെന്ന്, 10 വയസ്സിൽ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് അല്ലെ. കാരണം 3 വർഷമാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. 3 വർഷമാണ് ട്രെയിനിങ് പീരീഡ്. ഇത് പ്രോപ്പറായിട്ട് 7-ാം വയസ്സിൽ ട്രെയിനിങ് നമ്മൾ തുടങ്ങൂല. ഇപ്പൊ ഇന്നിപ്പോ ഒരു പാരന്റ്, ആ പാരന്റുമായിട്ട് സംസാരിക്കുമ്പോൾ കുട്ടിക്ക് എത്ര വയസ്സായി? 8 വയസ്സ്. നിസ്കാരം തോന്നുമസല്യാണ്. കാരണം നമ്മൾ പ്രശ്നമല്ല. തോന്നുമസല്യാണെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് തോന്നുമസല്യാണെന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് 7 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, 10 വയസ്സ് വരെ സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പൊ നിലവില്. ട്രെയിനിങ് കിട്ടുന്നില്ല. 3 വർഷം കുട്ടി അർഹതപ്പെട്ട ഒരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് ആ കുട്ടിക്ക് നിഷേധിക്കപ്പെടുകയാണ്. തോന്നുമസല്യാണ്. ഏതുവരെ? 10 വരെ തോന്നുമസല്ലി. അത് ഏതുപോലെയാണെന്നറിയോ? 1 മണിക്കാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പൊ 1 മണി കറക്റ്റിന് പോയിട്ട് അരി എടുത്ത് തിന്നുന്നു. പറ്റുമോ? പറ്റില്ല. 1 മണിക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ 11 മണിക്ക് അരിയൊക്കെ കഴുകി വൃത്തിയാക്കി അല്ലെ ഇടണം. ചോറാക്കാൻ വേണ്ടി തുടങ്ങണം. അപ്പൊ 1 മണിയാകുമ്പോൾ കറക്റ്റ് റെഡി ആയിട്ടുണ്ടാവും. ചോറും കറിയൊക്കെ സെറ്റായി ആ സമയത്ത് തിന്നാം. അപ്പൊ നമ്മൾ അതിലേക്ക് ചിന്തിച്ചാൽ മതി. 10 മണി മുതൽ 1 മണി വരെ ഉള്ളത് ട്രെയിനിങ് പീരീഡ് ആണ്. 1 മണിക്കാണ് എൻഫോഴ്സ്മെന്റ് തുടങ്ങേണ്ടത്. അപ്പൊ 1 മണിക്ക് നമ്മൾക്ക് കിട്ടേണ്ട റിസൾട്ടിനെ നമ്മൾ നേരത്തെ ചെയ്തു തുടങ്ങണം. അപ്പോ അതിലേക്കൊക്കെ ഞാൻ വരാം. ഇപ്പൊ സൂചനകൾ മാത്രം തരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ലാക്ക് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ഇല്ലാത്ത ഒരു സാധനം, ഏജ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജീസ് ഇല്ല. ചിൽഡ്രൻ കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ സ്മോൾ അഡൽട്സ്. ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ട്രൂത്ത് ആണത്. ചിൽഡ്രൻ കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ സ്മോൾ അഡൽട്സ്. കുട്ടികളെ ചെറിയ മുതിർന്ന ആളുകളായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. സ്മോൾ അഡൽട്സ് എന്ന് പറഞ്ഞാൽ ചെറിയ മുതിർന്ന ആളുകൾ. നമ്മൾ പലപ്പോഴും അതാണ് ചെയ്യുന്നത്. പലപ്പോഴും അതാണ് ചെയ്യുന്നത്. എന്ത്? ഇവരെ ഒരു ചെറിയ അഡൽട്ടായിട്ടാണ് കാണുന്നത്, ചെറിയ മുതിർന്ന ആള്. അപ്പോ അതിന്റെ വിഷയങ്ങളും നമ്മളിപ്പോ ഇന്ന് പറയും. എന്താണത്? ഓരോ ഏജിലും വ്യത്യസ്ത കോഗ്നിറ്റീവ് കപ്പാസിറ്റി എന്ന് പറയാം. ബൗദ്ധികമായ, ബുദ്ധിപരമായ വ്യത്യസ്ത രീതികളും കഴിവുകളുമാണ് കുട്ടികൾക്കുള്ളത്. അപ്പോൾ റോങ് എക്സ്പെക്ടേഷൻസ് ആണ് നമ്മൾ 7 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് നമ്മൾ തെറ്റായ പ്രതീക്ഷകളാണ് നമ്മളെ മനസ്സിലുള്ളത്. 7 വയസ്സുള്ള കുട്ടിയെ കുറിച്ച് തെറ്റായ പ്രതീക്ഷ. നിങ്ങൾ നോക്ക്, പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ നമാസ് മാസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഷോർട്ട് വീഡിയോ ഇട്ടതിന്റെ താഴെ വന്ന ഉമ്മമാരുടെ ഒക്കെ കമന്റ് ഒന്ന് പരിശോധിച്ച് നോക്കാണ്ട്. നല്ല രസാണ്. ഉസ്താദെ, 8 വയസ്സായി എൻ്റെ കുട്ടി നിസ്കരിക്കുന്നില്ല. ചില ആളുകൾ 24 വയസ്സായി എൻ്റെ മോന് നിസ്കരിക്കുന്നില്ല. അപ്പോ നമ്മള് റോങ് എക്സ്പെക്ടേഷൻസിന്റെ ആളുകളായിരിക്കും തുടക്കം മുതൽ ഉണ്ടായിട്ടുണ്ടാവുക. എന്താണ് ഇവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഇന്ന് പറയും. എന്താണ് 7 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇനി ഈ നിസ്കാരത്തിന്റെ ട്രെയിനിങ് 7 വയസ്സിലാണോ തുടങ്ങേണ്ടത്? അതും നമ്മൾ പറയും കേട്ടോ. 7 വയസ്സ് കറക്റ്റ്
പിന്നെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ 7 വയസ്സ് എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി പ്രശ്നമാണ്. കാരണം നമ്മൾ ഹിജരി ആയിട്ടല്ല കൂട്ടുക. 2001 ജനിച്ച കുട്ടിയെ 2001 ജനുവരി 1 ജനിച്ച കുട്ടിയെ 2007 ജനുവരി 1 പിന്നെ 7 വയസ്സ് നമ്മൾ കണക്കാക്കുന്നത്. ഹിജരി പ്രകാരം അതിന് മുമ്പേ 7 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഹിജറ കലണ്ടർ പ്രകാരം അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോ 7 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം, എങ്ങനെ, അതൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യും. പിന്നെ ഹോം എൻവിറോൺമെന്റ്. നിങ്ങളെ വീട് ഒരു ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണുള്ള ചെറിയ റൂമാണെന്ന് കൂട്ടിക്കോളി. അങ്ങനത്തെ റൂമൊക്കെ കേരളത്തിലുണ്ടോ? ഉണ്ടാവൂല. പക്ഷെ ദുബായിലുണ്ടാവും, GCC ഉണ്ടാവും. അതും ഉണ്ടാവൂല. ചിലപ്പോ ഒറ്റ റൂമായിരിക്കും, ഒരൊറ്റ റൂം. ബാംഗ്ലൂർ ഉണ്ട് എന്ന് പറയുന്നു, ബാംഗ്ലൂർ ഉണ്ടാവും, ശരിയാണ്. വലിയ റെന്റൊക്കെ കൊടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവിടെ സ്റ്റുഡിയോ റൂമുകൾ ഉണ്ട്. ഒരു ഭാഗത്ത് കിച്ചൺ, ഒരു ഭാഗത്ത് ബെഡ്, ഒരു ഭാഗത്ത് ഡൈനിങ്, ചെറിയൊരു ടേബിൾ, തീർന്നു, ഒറ്റ റൂം. അപ്പൊ അതല്ല വിഷയം. നിങ്ങളെ റൂമിന്റെ വലിപ്പമോ നിങ്ങളെ വീടിന്റെ സൗകര്യങ്ങളോ അസൗകര്യങ്ങളോ അല്ല. റൂമിൽ നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു എൻവിറോൺമെന്റ് ഉണ്ട്, ഒരു അന്തരീക്ഷം. അത് വളരെ പ്രധാനമാണ്. വളരെ പ്രധാനം എന്ന് പറയുന്നത്, നമാസ് മാസ്റ്ററിൽ നിങ്ങളെ കുട്ടി ഈ ഓൺലൈൻ ക്ലാസ്സിൽ 20 ക്ലാസ് അറ്റൻഡ് ചെയ്തത് കണക്കൂട്ടുക. കറക്റ്റ് അറ്റൻഡ് ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തു. പക്ഷേ ഈ കുട്ടി പഠിച്ചതിനെ റെയിൻഫോഴ്സ് ചെയ്യുന്ന എൻവിറോൺമെന്റ് വീട്ടിൽ വേണം. കുട്ടി മുഴുവൻ പെർഫെക്റ്റ് വുദു അബ്ലൂഷൻ ആണ് കുട്ടി നമാസ് മാസ്റ്ററിൽ പഠിക്കുക. ഉഡായിപ്പ് വുദു പഠിക്കൂല. അൽ വുദൂൽ ഉഡായിപ്പു കുട്ടി എന്താവൂല നമാസ് മാസ്റ്ററിൽ പെർഫെക്റ്റ് അബ്ലൂഷൻ ആണ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അത് എങ്ങനെ പഠിപ്പിക്കണം എന്ന് കറക്റ്റ് ട്രെയിനിങ് പോയിട്ടുണ്ട് ടീച്ചേഴ്സിന്. അപ്പൊ ഈ പെർഫെക്റ്റ് അബ്ലൂഷൻ കുട്ടി പഠിക്കുന്നു. പക്ഷെ വീട്ടിലെ സാഹചര്യം അത് റെയിൻഫോഴ്സ് ചെയ്യണം. എങ്ങനെ? പെർഫെക്റ്റ് അബ്ലൂഷൻ കുട്ടി കാണണം. ആരടുത്തുനിന്ന്? പാരൻസിന്റെ അടുത്ത് കാണണം. കാണൽ മാത്രമല്ല, ഈ കുട്ടിക്ക് പെർഫെക്റ്റ് അബ്ലൂഷൻ ചെയ്യാനുള്ള സാഹചര്യം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിരിക്കണം. അപ്പൊ അത് റെയിൻഫോഴ്സ് ചെയ്യും. പഠിച്ചത് വീട്ടിൽ നിന്ന് കുട്ടിക്ക് ശക്തി പ്രാപിക്കുന്നു. നേരെ തിരിച്ച് ഹോം എയ്തർ റെയിൻഫോഴ്സസ് ഓർ ക്യാൻസൽസ് ലേണിംഗ്. കുട്ടി പഠിച്ചതിനെ ഒന്നുകിൽ വീട്ടിലുള്ള സാഹചര്യം ശക്തിപ്പെടുത്തും, പിന്നെ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. ഇന്നത്തെ ട്രെയിനിങ് നമ്മൾ ഉമ്മമാരെയാണ് ഉദ്ദേശിച്ചത് കേട്ടാ. മെയിൽ പാരൻസിന് വേണമെങ്കിൽ ഞാൻ ഓഡിയോ അയച്ചു തരാം. കാരണം വീഡിയോ ഓൺ ചെയ്യുന്നത് കൊണ്ട് മാക്സിമം മെയില് പുരുഷന്മാര് മെല്ലെ ലീവ് ആകുന്നതായിരിക്കും. ലേഡീസിന് ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ആരും ഉണ്ടാവില്ല എന്ന്. അപ്പൊ അവർക്കൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടാവണ്ട. അപ്പോ മെയിൽ പാരന്റ്സിന് വേണമെങ്കിൽ പിന്നെ ഓഡിയോ ട്രെയിനേഴ്സിനോട് ചോദിച്ച ഓഡിയോ അവൈലബിൾ ആക്കാം കേട്ടോ. അതിനാണ് റെക്കോർഡ് ചെയ്യുന്നത്, ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പോ പിന്നെ പറഞ്ഞു വന്നത്, നമ്മളെ വീട്ടിലെ സാഹചര്യം അവർ പഠിച്ചതിനെ റെയിൻഫോഴ്സ് ചെയ്യും, ശക്തിപ്പെടുത്തും, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യും. അപ്പൊ പെർഫെക്റ്റ് അബ്ലൂഷൻ നമാസ് മാസ്റ്ററിൽ പഠിച്ചു. വീട്ടിൽ കാണുന്നത് മുഴുവൻ അൽ വുദൂഉൽ ഉഡായിപ്പു ആണ്, കാട്ടിക്കൂട്ടൽ വുദുവാണ്. അപ്പൊ കുട്ടി പഠിച്ചത് ക്യാൻസൽ ആയതാണ്. ഇതെങ്ങനെ ക്യാൻസൽ അടിച്ച് പോവാണ്? അവിടെ ഒരു പ്രശ്നമുണ്ട്. വെറുതെയാണ് കുട്ടി അറ്റൻഡ് ചെയ്തത്, വെറുതെ ആയി. ആക്ടിവിറ്റീസ് ചെയ്തത് വെറുതെ ആയി. അപ്പൊ ഹോം എൻവിറോൺമെന്റ് വളരെ പ്രധാനമാണ്. ഇൻസ്ട്രക്ഷൻസ് നിന്ന് കുട്ടി പഠിക്കും. പക്ഷെ സൈക്കോളജി പറയുന്നത് ചിൽഡ്രൻ ലേൺ ഫ്രം അറ്റ്മോസ്ഫിയർ മോർ ദാൻ ഇൻസ്ട്രക്ഷൻസ്. കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അഥവാ വയത് എന്ന് പറയാം, വയതുകൾ പറയുന്ന വയതിൽ നിന്നേക്കാളും കുട്ടികൾ പഠിക്കുന്നത് അറ്റ്മോസ്ഫിയറിലൂടെയാണ്. നമ്മളൊരു പിന്നെ ഒരു സ്കൂളിൽ ഒരു പ്രിൻസിപ്പൾ പറയാണ്, എല്ലാ കുട്ടികളും ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോൾ കറക്റ്റ് പൊസിഷനിൽ അഴിച്ചു വെക്കണം, ഇങ്ങനെ ഇട്ടിട്ട് ഓടരുത് പറഞ്ഞു. അത് കുറേ വട്ടം പ്രിൻസിപ്പൾ പറയുന്നതിനേക്കാളും ഒരു 10 കുട്ടികൾ ആദ്യം വന്നിട്ട് നേരെ ചെരുപ്പിങ്ങനെ വെച്ചാൽ 11ാമത്തെ കുട്ടി നേരെ വെക്കും. അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കുട്ടി ലേൺ ചെയ്യാണ്. അപ്പോ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറ്റ്മോസ്ഫിയറിലാണ് അവർ പഠിക്കുക.
പിന്നെ അതുപോലെ പിന്നെ പുഷിങ് ചിൽഡ്രൻ എവേ, കുട്ടികളെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുഷ് ചെയ്യുക എന്നതിനേക്കാളും ഈ നിസ്കാരത്തിലേക്ക് കുട്ടികളെ ക്ഷണിക്കുന്നു, അതിലാണ് കുട്ടികൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവുക മനസ്സിൽ. കുട്ടികളെ ക്ഷണിക്കുക, വാ നിസ്കരിക്കാം, എടാ നിസ്കരിക്കടാ എന്ന് പറയുന്നതിനേക്കാളും കുട്ടികൾക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? എടാ നിസ്കരിക്കാം, നമുക്ക് വാ നിസ്കരിക്കാം, ക്ഷണിക്കുക. ഭയങ്കര ഒരു എൻഗേജിങ് ആയിരിക്കും, കുട്ടികൾക്കുള്ള ഒരു അംഗീകാരമായിട്ട് അവരത് മനസ്സിലാക്കും, അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യും. അതുപോലെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫാമിലി ആക്ഷൻ പ്ലാൻ. എങ്ങനെയാണ് ഫാമിലി ആക്ഷൻ പ്ലാൻ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളിന്ന് പറയും. ഫസ്റ്റ് നമ്മൾ എന്തുകൊണ്ട് വൈ നമാസ് ഓൺ ടൈം മാറ്റേഴ്സ്, അതാണ് ഫസ്റ്റത്തെ നമ്മുടെ ചർച്ചാ വിഷയം. എന്തുകൊണ്ട് നിസ്കാരം സമയത്തിനാവണം എന്നത് പ്രധാനപ്പെട്ടതാണ്. അതില് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഖുർആൻ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഖുർആൻ എല്ലാ സ്ഥലത്തും പറഞ്ഞത് പിന്നെ അഖീമുസ്സലാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. പിന്നെ പിന്നെ കിതാബം മൗഖൂത, കറക്റ്റ് ടൈം ടേബിളിലൂടെ പോകേണ്ടതാണ് നിസ്കാരം. ഇത് ഖുർആൻ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പൊ നിസ്കാരം എന്നത് പിന്നെ സാധാരണ അള്ളാഹുവിന് വഴിപ്പെടുക എന്നുള്ളത് ഒരു സാധാരണ ഒരു മുഅ്മിനിന്റെ അടുത്ത് ഉണ്ടാവണം. പക്ഷെ നിസ്കാരം എന്നത് ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒബീഡിയൻസ് ആണ്, ടൈം ടു ടൈം ഉണ്ടാവേണ്ട വഴിപ്പെടലാണ്. അതാണ് നിസ്കാരത്തിന്റെ പ്രത്യേകതയും. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, വൃത്തികേടുകളും കൊള്ളരുതായ്മകളും പാപങ്ങളും ഒക്കെ ശരിക്ക് ടൈമിന് നിസ്കരിച്ച ആളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാകും എന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനാണ്. അത് നടക്കണമെങ്കിൽ എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരാ, കിട്ടിയ സമയത്ത് നിസ്കരിച്ചാൽ പോരാ, നിസ്കാരത്തിന് ടൈം ഉണ്ടാക്കണം എന്നതാണ് കറക്റ്റ് ടൈം. അപ്പോ പിന്നെ സമയം നിസ്കാരത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാല് നിസ്കാരത്തിന് വിഷയം റെസ്പെക്ട് ഫോർ ടൈം, സമയത്തെ മാനിക്കണം. നിസ്കാരത്തിൽ അനിവാര്യമായ സാധനമാണ് സമയത്തെ മാനിക്കണം. അപ്പൊ ളുഹ്ർ വാങ്ക് 12:30 വിളിച്ചാൽ 3 മണിക്ക് നിസ്കരിക്കുന്ന ഒരു ഹോം എൻവിറോൺമെന്റ് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും കുട്ടികളിൽ നിസ്കാരത്തിന്റെ ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അവസ്ഥ, ഒരു അവയർനെസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ഹോം എൻവിറോൺമെന്റ് ക്യാൻസൽസ് ലേണിംഗ്. അവർ പഠിച്ചതിനെ നമ്മുടെ വീട്ടിലെ സാഹചര്യം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. കാരണം 12:30 വാങ്ങി കൊടുത്തിട്ട് 3 മണിക്ക് വീട്ടിൽ നിസ്കരിക്കുന്ന സാഹചര്യമാണെങ്കിൽ കുട്ടിക്ക് അറ്റ്മോസ്ഫിയറും അതിന്റെ ഹോം എൻവിറോൺമെന്റും കൊടുക്കുന്ന നോളജ് എന്താണ്? ഇതിങ്ങനെയൊക്കെ തന്നെ മതി. 3 മണിക്ക് നിസ്കരിച്ച ഉമ്മ അത് കണ്ട കുട്ടി, ഇതേ ഉമ്മ മഗ്‌രിബ് വാങ്ങി കൊടുത്ത ഉടനെ കുട്ടിയോട് നിസ്കരിക്കടാന്ന് പറഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല. കാരണം അവന് അറ്റ്മോസ്ഫിയർ കൊണ്ട് പഠിച്ചതിനെ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല. നിങ്ങൾ മഗ്‌രിബിൽ വാങ്ങി കൊടുത്ത ഉടനെ നിസ്കരിക്കടാ എന്ന് പറഞ്ഞത് ഇൻസ്ട്രക്ഷൻ ആണല്ലോ, കുട്ടി കൊടുത്ത നിർദ്ദേശമാണല്ലോ. പക്ഷെ കുട്ടിയെ നിങ്ങൾ എൻവിറോൺമെന്റ് കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ത്? കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിസ്കരിച്ചാൽ മതി. അതുപോലത്തെ വേറൊരു സാധനമാണ് യാത്ര ചെയ്യുമ്പോൾ, ഭാര്യ ഭർത്താവ് മക്കൾ യാത്ര ചെയ്യാണ്, നിസ്കാരം എല്ലാം കൂടി തിരിച്ച് വീട്ടിൽ വന്നിട്ട് 4 നിസ്കാരം ഒരുമിച്ചുണ്ട് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് പോലെ ആക്കുന്ന ഇത് കുട്ടികൾ ആ എൻവിറോൺമെന്റ് കൊണ്ട്, കുട്ടികൾ ആ ഒരു പിന്നെ കോൺസിക്വൻസസ് സന്ദർഭം കൊണ്ട് കുട്ടികൾ പഠിച്ചു വെച്ചു കഴിഞ്ഞു. വലിയ കുഴപ്പമൊന്നുമില്ല ഇത്. അപ്പൊ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയത്തിന്റെ തുടക്കത്തിൽ നിസ്കരിക്കുക എന്നുള്ളതാണ് എന്ന് ഒരു എൻവിറോൺമെന്റ് വീട്ടിൽ ഉണ്ടാക്കിയേ പറ്റും. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടിൽ പോയപ്പോഴുണ്ടല്ലോ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വാങ്ങി കൊടുക്കുകയാണ്. ഫാത്തിമ സുഹറ ട്രെയിനറാ, മെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. എന്നോട് ചോദിക്കരുത് കേട്ടോ, ട്രെയിനർ. മെന്ററുമായിട്ട് മാത്രം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്ലാസ്സിന്റെ ഇടയിലൊന്നും സംസാരിക്കാൻ കഴിയില്ല. അപ്പോ പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞു വന്നത് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത്? എന്തോ ഒരു കണക്ഷൻ അവിടെ പോയി. ആർക്കെങ്കിലും ഓർമ്മയുണ്ട് ലാസ്റ്റ് പറഞ്ഞത്? ഒരു വീട്ടിൽ പോയപ്പോൾ. ശരി, ഒരു വീട്ടിൽ പോയപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ബാങ്ക് വിളിക്കുകയാണ്. വീട്ടിൽ നിന്ന് ബാങ്ക് വിളിക്കുക. എല്ലാ റൂമിലും ഒരു സ്പീക്കർ ഉണ്ട്, ചെറിയ സ്പീക്കർ, ചെറിയ പൈസ ഉള്ളൂ. ആ സ്പീക്കറിൽ അതത് സമയങ്ങളിൽ നിസ്കാരത്തിന്റെ സമയമായ വാങ്ങ് കൊടുക്കും. നിസ്കാരത്തിന്റെ സമയം വാങ്ങ് കൊടുക്കും. അത് നിസ്കാരത്തിന്റെ ടൈമിങ്ങിനെ വീട്ടിന്റെ ഉള്ളിൽ, വീട്ടിൽ ആരൊക്കെ ഉണ്ടോ, മക്കള്, ഭാര്യ, ഭർത്താവ്, ആരായാലും അവർക്കൊക്കെ അതിനൊരു പ്രാധാന്യം എന്ന് പറയുന്ന ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന ഒരു തരം നീക്കമാണത്. ബാങ്ക് ഫുള്ള് കൊടുക്കണമെന്നില്ല, ഒരു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അത് മാത്രം മതി. ഫോണിലൊക്കെ കൊടുക്കൂലേ, ആപ്പിലൂടെ? അതേമാതിരി ചില വീടുകളിൽ ഉണ്ടാവും, നമ്മളെ പള്ളികളിലൊക്കെ യൂസ് ചെയ്യുന്നതുണ്ടല്ലോ, ക്ലോക്ക്. എല്ലാ വഖ്ത് നിസ്കാരങ്ങളുടെയും പിന്നെ സമയം, ഡേറ്റ്, സമയമൊക്കെ ഇങ്ങനെ ഡിജിറ്റൽ ക്ലോക്ക് പള്ളികളിലൊക്കെ ഉണ്ടാകുന്നത്, അത് ചില വീടുകളിൽ സ്ഥാപിച്ചത് കാണാം. എന്ന് പറഞ്ഞാൽ നമ്മളെ എൻവിറോൺമെന്റ് ഉണ്ടാക്കുകയാണ്. അത് ഒറ്റമുറി വീട്ടിലും നടക്കും. ഇപ്പം ദുബായില്, അല്ലെങ്കിൽ ഖത്തറിൽ, അല്ലെങ്കിൽ സൗദിയിൽ, അല്ലെങ്കിൽ ഒമാനില്, അല്ലെങ്കിൽ ബഹ്റൈനില്, അല്ലെങ്കിൽ കുവൈറ്റിലൊക്കെ ഉള്ള പാരന്റ്സ് ഇതിലുണ്ട്. നിങ്ങൾ ഒറ്റമുറി വീട്ടിലും ഇത് നടക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഒരു പ്രശ്നമില്ല. അതാണ് ഹോംലി എൻവിറോൺമെന്റ് ഇതിനോട് അനുകൂലിച്ചാല് ടൈമിങ് പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങൾ വീട്ടിലുണ്ടാവണം. സാധനങ്ങൾ മാത്രം അല്ല, അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മുടെ പെരുമാറ്റം. വീട്ടിൽ നിന്ന് കോള് വരുന്നു, നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, വീഡിയോ കോളാണ്. പ്രവാസിയായ ഒരു വീട്ടിലാണേ പറയുന്നത്. ഇനിയുള്ള നാട്ടിലാണെങ്കിൽ GCC രാജ്യങ്ങളിലുള്ള ഒരു ഭർത്താവ് വിളിക്കുകയാണ്. അപ്പൊ സംസാരിക്കുന്ന ഇടയിൽ ദുഹ്ർ ബാങ്ക് കൊടുത്താൽ പിന്നെ നമ്മൾ പറയാണ്, ദുഹ്ർ ബാങ്ക് വിളിച്ചു, പിന്നെ ഞാൻ നിസ്കരിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചാൽ മതിയോ? അത് നടന്നില്ലെങ്കിൽ പോലും ആ ചോദ്യം വീട്ടിൽ ഒരു എൻവിറോൺമെന്റ് നമ്മൾ സൃഷ്ടിക്കലാണ്. ചോദ്യത്തിന് അതൊരു മാജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഈ കോള് കട്ട് ചെയ്തിട്ട് ഞാൻ നിസ്കരിക്കട്ടെ. ബാങ്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ബാങ്ക് വിളിക്കുമ്പോ മിണ്ടാണ്ടൊക്കെ നിൽക്കും, കഴിഞ്ഞാൽ പിന്നെയും സംസാരം തുടരാണ്. നിസ്കാരം ഇപ്പൊ കുറെ കഴിഞ്ഞിട്ടായാലും മതിയല്ലോ എന്നുള്ള ഒരു അവസ്ഥ നമ്മളായിട്ട് സൃഷ്ടിക്കരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും ഉന്നതമായ പ്രവൃത്തി ഏതാണ്? അയ്യുൽ അമാലി അഫ്ളൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വിശിഷ്ടമായ അമലേതാണ്? നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നവരാണ്, ബുർദ പാടുന്നവരായിരിക്കും, സദഖകൾ കൊടുക്കുക ഒക്കെ ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഏറ്റവും പ്രധാനം, ഏറ്റവും വിശിഷ്ടമായ അമലേതാ? ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കലാണ്. അസ്വലാത്തു ലി അവ്വലി വഖ്തിഹ, ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അമല്. അത് നമ്മള് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട അമല് ആയ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കൽ ദിവസവും 5 ചാൻസ് ഉണ്ട് നമുക്ക്, അല്ലെ? 5 ചാൻസ് നമ്മൾ ലാപ്സ് ആക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ കുട്ടികളുടെ മുന്നിൽ നമ്മളിങ്ങനെ പ്രൊജക്ട് ചെയ്ത് വെക്കും നിസ്കാരത്തെ? ഒരു വലിയ വിഷയമാണ്. 5 ചാൻസ് ദിവസവും കിട്ടുന്നു. 10 ദിവസം കൊണ്ട് 50 ചാൻസ്, 50 മിസ് ഔട്ട്. 10 ദിവസത്തിൽ 50 ചാൻസിൽ 50 മിസ് ഔട്ട്. ഇനിയിപ്പോ ഈ ക്ലാസ് നടന്നുകൊണ്ടൊക്കെ ഇശാ ബാങ്ക് കൊടുക്കും, അങ്ങനത്തെ സാഹചര്യത്തിൽ മിസ് ഔട്ട് ആകും, സ്വാഭാവികമാണ്.
നമ്മൾ വിചാരിച്ച ഇപ്പൊ നിസ്കരിക്കാം എന്നുള്ള സാധ്യതയുള്ള 10 ദിവസം കൊണ്ട് 50 ചാൻസ് ഉണ്ടായിട്ട് 50 മിസ് ഔട്ട്, അല്ലെങ്കിൽ 45 മിസ് ഔട്ട്. അത് വീട്ടിൽ നമ്മൾ ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ് എന്തുമായി ബന്ധപ്പെട്ട്. നിസ്കാരം വലിയ വിഷയമൊന്നുമില്ല എന്ന ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഹോം എൻവിറോൺമെന്റ് ക്യാൻസൽസ് ലേണിംഗ്. നമാസ് മാസ്റ്ററിലൂടെ കുട്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ കുട്ടി പഠിച്ചതൊക്കെ ക്യാൻസൽ ആയി പോവാണ്, പാടില്ല. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഈ ഒരു ഭാഗത്തിന്റെ അവസാനം നിങ്ങളോട് പറയുന്ന ഒരു പോയിന്റ് ആണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ നിസ്കാരമല്ല പഠിപ്പിക്കേണ്ടത്. പാരന്റ്സ് ശ്രദ്ധിച്ചോളെ, നോട്ട് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ പഠിപ്പിക്കേണ്ടത് നിസ്കാരമല്ല, നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ലൈഫ് പ്രയോറിറ്റീസ് ആണ്. ഏതേത് കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കണം. അത് കാണിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ലൈഫ് പ്രയോറിറ്റീസ് ആണ് പഠിപ്പിക്കേണ്ടത്. നിസ്കരിക്കും മോനെ, മോനെ ബാങ്ക് കൊടുത്തില്ല മോനെ, നിസ്കരിക്കും മോനെ, അതല്ല. നിങ്ങൾ പ്രയോറിറ്റീസ് പഠിപ്പിക്കണം. കളിച്ചുകൊണ്ടിരിക്കെ ബാങ്ക് കൊടുത്താൽ എന്തിനാണ് പ്രയോറിറ്റി? മനസ്സിലായില്ലേ? നിങ്ങൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കെ ബാങ്ക് കൊടുത്താൽ എന്തിനാണ് പ്രയോറിറ്റി? നിസ്കാരത്തിന്. വൺ ആൻഡ് ഓൺലി നമാസ്. നിങ്ങൾ ഫോണിൽ എന്തൊരു വീഡിയോ കാണാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ന്യൂസ് കാണാൻ അല്ലെങ്കിൽ ഒരു വയല് കേൾക്കുകയാണ്, എന്തിനാ പ്രയോറിറ്റി? നിസ്കാരത്തിന്. കാറിൽ യാത്ര ചെയ്യാൻ ബാങ്ക് കൊടുക്കുന്നു, എന്തിനാ പ്രയോറിറ്റി? നിസ്കാരത്തിന്. ആ ലൈഫ് പ്രയോറിറ്റീസ് നമ്മളിലൂടെ കുട്ടി പഠിച്ചേ പറ്റുള്ളൂ. ലൈഫ് പ്രയോറിറ്റി കുട്ടി നമ്മളിലൂടെ പഠിച്ചേ പറ്റുള്ളൂ. വേറെ ആരാ ഇത് പഠിപ്പിക്കാൻ? വേറെ ആരും പഠിപ്പിക്കില്ല, നമ്മൾ തന്നെ പഠിപ്പിക്കുന്നു. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി കുട്ടികളിൽ ആദ്യം എന്താണ്ടേണ്ടത്, ചെറിയ കുട്ടികളിലാണ് പറയുന്നത്. ചെറിയ കുട്ടികളിൽ ആദ്യം എന്താ ഉണ്ടാവേണ്ടത്? ഇസ്ലാമിനെ കുറിച്ചുള്ള വിശ്വാസം. അത് ആദ്യം ഉണ്ടായി കൊടുക്കണ്ടേ? ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ, അല്ലാഹു, മുത്തുനബി, പരിചയപ്പെടുത്തലല്ല ഞാൻ പറയുന്നത്. അതിന്റെ ഉള്ളിൻ്റെ ഒരു വിശ്വാസം അല്ല. നമ്മൾ ആദ്യം തന്നെ അള്ളാഹുവിനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയൊക്കെ പറഞ്ഞു കൊടുക്കും, പരിചയപ്പെടുത്തി കൊടുക്കും. പക്ഷെ വിശ്വാസം ഉണ്ടാകുന്നതിന് മുമ്പ് കുട്ടിയിൽ ഒരു ഹാബിറ്റ് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി വളർന്നാൽ ആ വിശ്വാസം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയോ. ഹാബിറ്റ്സ് ഉണ്ടാക്കും. കുട്ടികൾ നമ്മളിൽ ഹാബിറ്റ്സ് ഉണ്ടാക്കി തരുന്നില്ലേ? ചെറിയ കുട്ടി 6 മാസം പ്രായമുള്ള ഒരു കുട്ടി, ഉമ്മമാര് പറയട്ടെ, നിങ്ങളിൽ ചില ഹാബിറ്റ്സ് ഉണ്ടാക്കി തരുന്നില്ലേ? ഉദാഹരണം പറയാൻ പറ്റുമോ? സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ തന്നെ പറയാം. 6 മാസമുള്ള കുട്ടിനെയും അടുത്ത് കിടത്തിയിട്ട് നിങ്ങൾ ഉറങ്ങുകയാണ്. കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ അപ്പൊ തന്നെ പാല് കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. ഉറക്കൊന്നും തെളിഞ്ഞിണ്ടാവില്ല. നമ്മൾ ഉറങ്ങന്നെ ആയിരിക്കും. ഉറക്ക തെളിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പാല് കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഹാബിറ്റാണ്. എങ്ങനെയാണിത്? കുട്ടി കരയുന്നു, കരച്ചിൽ മാറ്റാൻ പാല് കൊടുക്കണം, അല്ലെങ്കിൽ പാലിന് വേണ്ടിയിട്ടാണ് കരയുന്നത് എന്നൊരു ഹാബിറ്റ് നമ്മളിൽ ഉണ്ടാക്കുന്നു. നമ്മളപ്പോൾ തന്നെ അതിന് ആക്ഷൻ എടുക്കുന്നു. ഇങ്ങനെ ഹാബിറ്റ് ഉണ്ടാക്കണം. ചെറിയ കുട്ടി നമ്മളിൽ ഹാബിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളിൽ ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഹാബിറ്റ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അത് ചില ഉമ്മമാര് വളരെ വ്യവസ്ഥാപിതമായിട്ട് ചെയ്യൂട്ടോ. മഗ്‌രിബ് ബാങ്ക് കൊടുത്താ ഉടനെ, മോനെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തില്ലേ, രാത്രിയായില്ലേ, എന്താ ചെയ്യേണ്ടത്? അപ്പൊ കുട്ടി ഉണ്ടാവും സ്വലാത്തു വല്ലത്. അതൊരു ഹാബിറ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ടൈം കുട്ടികളിൽ, ചെറിയ കുട്ടി 3 വയസ്സുള്ള കുട്ടിയായിരിക്കും, ഹാബിറ്റ് ഉണ്ടാക്കാൻ. ഇനിയിപ്പൊ നിസ്കരിക്കാൻ ഒരു പ്രായമാകുമ്പോൾ ആ കുട്ടിയെ മെല്ലെ എന്ത് ചെയ്യും? 6 വയസ്സായാലും 7 വയസ്സായാലും ഒക്കെ ആ സമയം
ഒരു ഹാബിറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്ത്? ഒരു സ്പിരിച്വാലിറ്റി, ഒരു ആത്മീയമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള ഹാബിറ്റ് കുട്ടിക്ക് ഉണ്ടാക്കിപ്പോയി. അപ്പൊ പല്ല് തേക്കുന്നിടത്തും അതേ ഹാബിറ്റ് ഉണ്ടാക്കി കൊടുത്ത സുഖമാണ്. അങ്ങനെ ഓരോന്നും ഹാബിറ്റ്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ കുട്ടികളിൽ ശീലങ്ങൾ നമ്മൾ വ്യവസ്ഥാപിതമായി ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ഒന്നുമില്ല, വെരി സിമ്പിൾ. എങ്ങനെയാ ഒരു കുട്ടിയിൽ ശീലം ഉണ്ടാക്കുക? ഒരേ സാധനം ഒരേ സാഹചര്യങ്ങളിൽ ആവർത്തിച്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കുക. ഒരേ സംഗതി ഒരേ സാഹചര്യങ്ങളിൽ ആവർത്തിച്ച് ചെയ്യുന്നത് സാഹചര്യം ഉണ്ടാക്കിയാൽ ശീലമായി. എന്നും രാവിലെ നേരം പുലർന്നാൽ കോഴിയൊക്കെ കൂവുന്ന ആ സമയത്ത് കോഴിക്കൂട് തുറന്ന് കോഴികളെ പുറത്തേക്ക് ഇറക്കുന്ന വീട്ടിൽ പിന്നെ കോഴിക്കൂട് തുറന്നാൽ കോഴികൾ അപ്പൊ തന്നെ ചാടി ഇറങ്ങും. എന്നാൽ സാധാരണ ഇറക്കാറേ ഇല്ല. ഇപ്പൊ ഇന്നൊന്ന് ഇറക്കണം, കാരണം കോഴിക്കൂടൊന്ന് വൃത്തിയാക്കണം എന്ന് തോന്നിയിട്ട് ഇറക്കുകയാണെങ്കിൽ ഇത് തുറന്നാലും ഈറ്റകൾ ഇറങ്ങൂല. നമ്മളിങ്ങനെ പായിക്കണം, ഇറങ്ങിട്ട് ഇങ്ങനെ മുട്ടി ഇതൊക്കെ ചെയ്താൽ മറ്റേ ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഫോഴ്സിങ് ആണത്. പേടിപ്പിച്ചാൽ ഇവരിറങ്ങും. കാരണം ഹാബിറ്റ് ഇല്ല, ശീലമില്ല, ശീലം ഉണ്ടാക്കിയിട്ടില്ല. ശീലം ഉണ്ടാക്കുക എങ്ങനെയാ? ഒരേ സാഹചര്യത്തിൽ ഒരേ കാര്യം നിരന്തരം ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യിപ്പിച്ചു കൊണ്ടുവന്നാൽ ഹാബിറ്റായി. അപ്പൊ ചില ഉമ്മമാര് വളരെ വ്യവസ്ഥാപിതമായി ചെയ്യും. ലോഹർ ബാങ്ക് കൊടുക്കുമ്പോൾ ലോഹർ സ്കരിക്കുമ്പം മോനെയും കൂടി വിളിക്കും. എന്നിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് മോനെ ഒരു മുസല്ല വെച്ചിട്ട് മോനെ ഇവിടെ ഇരിക്കട്ടാ, 3 വയസ്സുള്ള കുട്ടിയായിരിക്കും. എന്നിട്ട് ദിക്ർ വിളിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോട്ടാ, ഉമ്മ നിസ്കരിക്കട്ടെ. ആ ഉമ്മ നിസ്കരിക്കുമ്പോൾ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, തഹ്ലീൽ ചൊല്ലുന്നു. അപ്പോ ഇങ്ങനെ ഒരു ശീലമായി മാറും. ഉമ്മ നിസ്കരിക്കുമ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന ശീലം വരും. ആ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ശീലത്തെ നിസ്കാരത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി വലുതായാലും. അപ്പൊ ഹാബിറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് പിന്നെ റിപ്പിറ്റേഷനിലൂടെയാണ് ചെയ്യാം. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ആക്ട് ഫസ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ലേറ്റർ. കുട്ടികൾ ആദ്യം ചെയ്യും, പിന്നെയാണ് അത് മനസ്സിലാക്കുക, അല്ലെ? ആദ്യം കുട്ടികൾ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞാൽ കുട്ടി ആക്കും. എന്നാൽ വലിയൊരാളോട് നിങ്ങളൊന്ന് ഇങ്ങനെ ആക്കിയെന്ന് പറഞ്ഞാൽ എന്തിനാ ആക്കുന്നെന്ന് ചോദിച്ചിട്ടേ ആക്കുള്ളൂ. നിങ്ങളൊരു ചികിത്സകന്റെ അടുത്ത് പോയി, അക്യൂപങ്ക്ചറോ അങ്ങനെ എന്തെങ്കിലും, അയാൾ ഇങ്ങനെ ആക്കാൻ പറഞ്ഞാല് നമുക്ക് ആദ്യം മനസ്സിലാണ് ഇത് എന്തിനാണ്, എന്നാലും നമ്മൾ ചെയ്യുള്ളൂ. കുട്ടികൾ അങ്ങനെയല്ല, നമ്മൾ പറഞ്ഞ പോലെ ചെയ്യും. അപ്പൊ ഓരോട് ഇങ്ങനെ ആക്കാൻ പറഞ്ഞാൽ ഓര് ഇങ്ങനെ ആക്കും, പിന്നെ ഓര് മനസ്സിലാവും. അതാണ് ആദ്യം നമ്മൾ ഹാബിറ്റ്സ് ഉണ്ടാക്കുക, പിന്നെ നമുക്ക് ഇസ്ലാമിക വിശ്വാസവും നിസ്കാരത്തിന്റെ ഭാഗത്തൊക്കെ പിന്നീട് കൊടുക്കാം. ആദ്യം തന്നെ കുത്തിക്കേറ്റണ്ട. അഥവാ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാണ് അങ്ങനെ അതൊന്നും ആദ്യമൊന്നും അതൊന്നും ആവശ്യമില്ല. ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി. ചെറിയ കുട്ടിയെ നമുക്ക് ഹാബിറ്റ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദേ വിൽ ആക്ട് ഡെഫിനറ്റ്ലി, ബട്ട് വിൽ അണ്ടർസ്റ്റാൻഡ് ലേറ്റർ. അവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങൾ പിന്നീട് അവർ മനസ്സിലാക്കിക്കൊള്ളൂ എന്താണ് സംഭവം എന്ന്. അതെല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ടൈം ബേസ്ഡ് റുട്ടീൻസ്. ടൈം ബേസ്ഡ് റുട്ടീൻസ് ടൈം ബേസ്ഡ് റുട്ടീൻസ് എന്ന് പറയുന്നത് പിന്നെ ഒരു സമയം, ആ സമയത്ത് ഇപ്പൊ ഒരു കുട്ടി, നമ്മളെ ഒരു ചെറിയ കുട്ടി, 2 വയസ്സുള്ള ഒരു കുട്ടി രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ ഉടനെ പല്ല് തേക്കുന്നു എല്ലാ ദിവസവും. എണീറ്റിട്ട് ഇങ്ങനെ കളിക്കുന്നില്ല. എണീറ്റ് കാണുമ്പോഴേക്കും നമ്മൾ ഒരു റുട്ടീൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയും കാലം. അത് തുടരും. എണീറ്റ് ഉടനെ നേരെ ബാത്റൂമിൽ പോയി പല്ലേക്കും. അല്ലെങ്കിൽ ഈ 2 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 3 വയസ്സുള്ള കുട്ടി എണീറ്റിട്ട് കുറെ കഴിഞ്ഞ് 2 മണിക്കൂർ, ആ സമയത്ത് ഉമ്മ കിച്ചണിൽ ബിസി ആയിരിക്കും, മുതിർന്ന കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടേണ്ട തിരക്കായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് മാമോനെ പല്ലേക്കാലെന്ന് പറഞ്ഞാൽ അത് റുട്ടീനായി. വി ആർ ക്രിയേറ്റിംഗ് റുട്ടീൻസ്, ബട്ട് വി ആർ ട്രൈങ് ടു ക്യാൻസൽ ഇറ്റ്, ബട്ട് നോട്ട് പോസിബിൾ ഈസിലി. നമ്മൾ ഈ വലിയ കുട്ടികൾ സ്കൂളിലൊക്കെ പറഞ്ഞേക്കുന്ന കാലഘട്ടങ്ങളിൽ 2 വയസ്സുള്ള കുട്ടി 4-5 വയസ്സ് വരെ 3 കൊല്ലം പല്ല് തേപ്പിച്ചത് 2 മണിക്കൂറിന് ശേഷമാണ്, എണീറ്റതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട്. പിന്നെ ഈ കുട്ടി സ്കൂളിൽ ചേർത്താൽ അപ്പൊ തന്നെ പല്ല് തേക്കണം നമ്മൾ വാശി പിടിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. കാരണം റുട്ടീൻ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല.
അപ്പൊ ഈ പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണല്ലേ, ഭയങ്കര സംഭവമാണ്. നമ്മൾ വിചാരിക്കും പിന്നെ ഇങ്ങനെ പോയാൽ മതി, അങ്ങനെ പോയാൽ ആവുന്നത് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ഉദാഹരണത്തിന് നിങ്ങളൊരു പലഹാരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കൈകൊണ്ട് ഇങ്ങനെ വാരിയിട്ട് എണ്ണയിലിട്ടാൽ എന്തെങ്കിലുമൊക്കെ ഉള്ളിവടന്റെ കോലം കണ്ടിട്ടില്ല, ഉള്ളിവടന്റെ കോലം ആ രൂപത്തിലാണ് കിട്ടുക. എന്താണോ കോലം അത് സ്വീകരിക്കേണ്ടി വരും. ഇനിയല്ല നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു അച്ചിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ കട്ട്ലറ്റ് പോലെ കിട്ടും, കറക്റ്റ് ആയിട്ട് കിട്ടും. അതാണ് പ്ലാനിങ്. ദാറ്റ് ഈസ് വാട്ട് പ്ലാനിങ്. പ്ലാനിങ് ഓൾവേസ് മാറ്റേഴ്സ്. അപ്പോ പിന്നെ പ്ലാൻ ചെയ്യണം. ഏത്? ടൈം ബേസ്ഡ് റുട്ടീൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ടൈം ബേസ്ഡ് റുട്ടീൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ബിൽഡ് പ്രഡിക്റ്റബിലിറ്റി. പ്രഡിക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എണീറ്റ ഉടനെ പല്ലു തേക്കണം. കുട്ടി എന്നെ പ്രഡിക്റ്റ് ചെയ്യാണ്. കുട്ടിക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യം നമ്മളവിടെ പറയുന്നില്ല. മോനെ പല്ലേക്ക് മോനെ എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഓക്കെ, ഡെഫിനറ്റ്ലി ഞാൻ എണീറ്റ ഉടനെ പല്ലേക്കേണ്ടതാണല്ലോ, ഈ ചിന്തയാണ് കുട്ടിയിൽ ഉണ്ടാവുക. മനസ്സിലായോ? പ്രഡിക്റ്റബിൾ ആണ്. എഴുന്നേറ്റ് ഉടനെ പല്ലേക്കണോ ശീലമാണ്. റെഡ്യൂസ് റെസിസ്റ്റൻസ്. ഞാൻ പല്ലേക്കൂല എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുന്നത് കുറയും. കാരണം ഇത് ഹാബിറ്റ് ആയി പോയി. ഏതുപോലെ? ഫോർ എക്സാമ്പിൾ, ഏതുപോലെ? നിങ്ങൾ കുട്ടിയെ കൂട്ടി പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ ഷൂ ധരിക്കാൻ പറയും കുട്ടിയോട്, ഇല്ലേ? ചെരുപ്പ് ധരിക്കാൻ പറയും. ചെരുപ്പോ ഷൂവോ എന്നുള്ളത് ചിലപ്പം കുട്ടി റെസിസ്റ്റൻസ് കാണിക്കും. ഞാൻ ചെരുപ്പ് ഇടുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഷൂ ഇടുള്ളൂ എന്നൊക്കെ പറഞ്ഞേക്കാം. ഒന്നും ധരിക്കാതെ വെറും കാലോടുകൂടി നിങ്ങളുടെ കൂടെ വരുമോ? ബസ്സിൽ കയറാനോ അല്ലെങ്കിൽ കാറിൽ കയറാനോ വരുമോ? റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. കാരണം റുട്ടീനാണ്. പുറത്തു പോകുമ്പോൾ കാലിൽ എന്തെങ്കിലും ധരിക്കുക എന്നുള്ളത് കുട്ടിക്ക് റുട്ടീനായി മാറി. അതുകൊണ്ട് കുട്ടി അത് റെസിസ്റ്റ് ചെയ്യൂല. ഞാൻ ചെയ്യൂല, ഞാൻ വെറും കാലോടുകൂടിയാ വരുന്നെന്ന് ഒരു കുട്ടിയും പറയില്ല. ഒറ്റ റുട്ടീനായി പോയി. പുറത്തിറങ്ങിയാൽ കാലി ചെരുപ്പുണ്ടാകും. അത് റുട്ടീനാണ്, ശീലമാണ്, പതിവാണ്. അപ്പൊ പതിവുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ അപ്പം എങ്ങനെയാണ് നമ്മൾ പിന്നെ കുട്ടികളിൽ ഹാബിറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 7 വയസ്സുള്ള കുട്ടിയിലും ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും, ഉണ്ടാക്കണം. 10 വയസ്സുള്ള കുട്ടിയിലോ കുറച്ചും കൂടി കഷ്ടപ്പാട് കൂടും, ഉണ്ടാക്കണം. എങ്ങനെ? കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആകേണ്ടി വരും. 10 വയസ്സുള്ള കുട്ടിക്ക് ഹാബിറ്റ്സ് ഉണ്ടാക്കണമെങ്കിൽ ചാർട്ട് പേപ്പറിൽ എഴുതി ഒട്ടിക്കേണ്ടി വരും ചിലപ്പോ. എങ്ങനെ? മഗ്രിബ് 5 minutes ആഫ്റ്റർ അദാൻ തീരുമാനിക്കേണ്ടി വരും. കുട്ടി അത് വായിക്കും, അത് നിയമമായി വരും. കൂടുതൽ ഒച്ച ഉണ്ടാക്കാത്ത കാര്യങ്ങൾ ചെയ്യണം ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ. അപ്പൊ ചെറുപ്പത്തിലാണെങ്കിലോ 3 വയസ്സുള്ള കുട്ടിയിലെ 2 വയസ്സുള്ള സിമ്പിളാണ്, വെരി സിമ്പിൾ. പക്ഷെ എല്ലാ ദിവസവും സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഇന്ന് കുട്ടി എഴുന്നേറ്റ് ഉടനെ പല്ല് തേപ്പിച്ചാൽ നാളെ നമ്മൾ തന്നെ കിടന്നുറങ്ങുക. നാളെ ഞായറാഴ്ചയാണ്, അല്ലെ ശനിയാഴ്ചയാണ്, ഒഴിവ് ദിവസമാണ്, ഉറങ്ങാൻ പറ്റിയ ദിവസമാണ്. കുട്ടി എണീറ്റ് അപ്പ പല്ലേപ്പിക്കണം. അപ്പൊ റുട്ടീൻ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ ക്യാൻസൽ ചെയ്യരുത്. അപ്പൊ ഞായറാഴ്ച പല്ലേക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഒരു ദിവസം ക്യാൻസൽ ചെയ്തില്ലേ നമ്മൾ തന്നെ. അപ്പൊ വളരെ അപൂർവമായി കൊല്ലത്തിൽ 2 വട്ടം അല്ലെങ്കിൽ 5 മാസത്തിനിടയിൽ ഇന്നാണൊന്ന് പിന്നെ എഴുന്നേറ്റുടനെ പല്ല് കേൾക്കാത്ത അവസ്ഥ വന്ന് അതൊന്നും വലിയ പ്രശ്നം, വലിയ ഇമ്പാക്ട് ഉണ്ടാക്കില്ല. ആഴ്ചയിൽ ഇത് ഇങ്ങനെ ആവർത്തിച്ച് ഇടക്കിടക്ക് ഇങ്ങനെ ലീവാകുമ്പം ആ റുട്ടീനെ ബാധിക്കും. റുട്ടീൻ ഉണ്ടാക്കണം, ടൈം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ പ്രെഡിക്റ്റബിലിറ്റി വരും. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഫിക്സഡ് ടൈമിങ്ങിന്റെ പ്രത്യേകത എന്താ? ഫിക്സ്ഡ് ടൈമിങ് ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആണ്. ഫിക്സഡ് ടൈമിന്റെ പ്രത്യേകത എന്താ? ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആണ്. ബ്രഷ് എടുക്കുന്ന ടൈമിൽ പേസ്റ്റ് എടുക്കുന്നുണ്ടല്ലേ നമ്മള്? ബ്രഷ് എടുക്കുമ്പോൾ പേസ്റ്റ് എടുക്കുന്നു, കാരണം ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആണ്. ഇനി ബ്രഷ് എടുത്തിട്ട് എന്നും ഒന്ന് കഴുകിയതിന് ശേഷം, കാരണം വല്ല കൂറയോ വാറ്റയോ ഒക്കെ അതിന് മുകളിലൂടെ നടന്നു പോയി എന്നുള്ള ബേജാറിൽ ബ്രഷ് എടുത്തിട്ട്
എന്നും കഴുകിയതിന് ശേഷം മാത്രമേ പേസ്റ്റ് അതിലാക്കൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളി, നമ്മളത് ചിന്തിച്ചിട്ടൊന്നും ചെയ്യൂല. ചെയ്യോ? നമ്മൾ ബ്രഷ് എടുക്കുന്നു, ടാപ്പ് ഓൺ ചെയ്യുന്നു, കഴുകുന്നു, എന്നിട്ടേ പേസ്റ്റ് തേക്കുള്ളൂ. ശീലം, ഓട്ടോമാറ്റിക് റെസ്പോൺസ്. അതാണ് ഫിക്സഡ് ടൈമിങ്ങിന്റെ പ്രത്യേകത. അപ്പൊ വീട്ടിൽ ഫിക്സഡ് ടൈമിങ് വേണം ദുഹറിന്. അത് കുട്ടി സ്കൂളിലാണെങ്കിലും ഫിക്സഡ് ടൈമിങ് നമുക്ക് വേണം. കാരണം നമ്മളും മനുഷ്യനാണ്, നമുക്ക് റുട്ടീൻ വേണം, നമുക്കും ഹാബിറ്റ്സ് വേണം. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഉപകാരമുള്ള ക്ലാസ് ആയിരിക്കും ഇത്. കുട്ടിയെ കാണിക്കാൻ ഞായറാഴ്ചയും ശനിയാഴ്ചയും മാത്രം ദുഹറിനൊരു ഫിക്സഡ് ടൈമിങ് നിലനിൽക്കൂല. കാരണം നമുക്ക് ഹാബിറ്റ് ഇല്ല, നമുക്ക് റുട്ടീൻ ആയിട്ടില്ല. നമുക്ക് റുട്ടീൻ വേണമെങ്കിൽ തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും 12:45 ദുഹർ നിസ്കരിക്കണം. അപ്പൊ വെള്ളി ശനിയും ഞായറും അങ്ങനെ നിസ്കരിക്കും. കുട്ടി അത് കാണും, വീട്ടിലെ സിസ്റ്റം അതാണെന്ന് മനസ്സിലാക്കും. അപ്പോ ഫിക്സഡ് ടൈമിങ് വളരെ പ്രധാന. റാൻഡം റിമൈൻഡേഴ്സോ ഡിലേ ഉണ്ടാക്കും. മഗ്രിബ് വാങ്ങ് കൊടുത്തു, അല്ലെങ്കിൽ അസർ പറയാം, കുട്ടി ഒരു 3 മണിക്ക് വീട്ടിലെത്തുന്നു, 3:45 അസർ വാങ്ങ് കൊടുക്കുന്നു. നമ്മൾ കുട്ടിയെ നിസ്കരിക്കാൻ റിമൈൻഡ് ചെയ്യുന്നത് 4:45 ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലൈഫിലുള്ള ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിഷേധിക്കാം. അല്ലെങ്കിൽ പ്രതിഷേധിച്ചോളൂ. ഞാൻ തയ്യാറായിട്ട് വന്നിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, പൂർണ്ണമായും പ്രിപ്പയർഡ് ആണ്. 3 മണിക്ക് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടി 3:45 അസർ വാങ്ങി കൊടുക്കുന്നു. നിങ്ങൾ കുട്ടിയെ അസർ നിസ്കരിക്കാൻ റിമൈൻഡ് ചെയ്യുന്നത് 4 മണിക്കാണെങ്കിൽ അത് റാൻഡം റിമൈൻഡർ ആണ്. എന്ത് റിമൈൻഡറാണ്? റാൻഡം റിമൈൻഡർ. അതിലെന്താ ഉണ്ടാവുക? ഡെഫിനറ്റ്ലി റാൻഡം റിമൈൻഡേഴ്സിന്റെ മക്കളാണ് കൺഫ്യൂഷനും ഡിലേയും. നിങ്ങൾ 4:45 എടാ അസർ നിസ്കരിച്ചിട്ടില്ലല്ല, നിസ്കരിക്ക്. ഓന് 3:45 തന്നെ അവൈലബിൾ ആണ്. ആ കുട്ടി പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ അവൈലബിൾ, 3:45 അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ റിമൈൻഡർ എപ്പോഴാണ് പോകുന്നത്? 4:45. എന്തുകൊണ്ട്? ദർ ഈസ് നോ എനി ഹാബിറ്റ് ഫോർ അവർ സെൽഫ്. നമുക്ക് തന്നെ ഹാബിറ്റ് ഇല്ലായിരുന്നു, നമുക്ക് തന്നെ റുട്ടീൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ റിമൈൻഡർ പോയത് 4:45. കൺഫ്യൂഷൻ ഉണ്ടാവും, ഡിലേ ഉണ്ടാവും, നിലനിൽപ്പുണ്ടാവില്ല. നിലനിൽപ്പുണ്ടാവുകയില്ല. മനസ്സിലായില്ലേ? അപ്പോ റാൻഡം റിമൈൻഡേഴ്സ് ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലൊക്കെ ഓർമ്മിപ്പിക്കുക, എപ്പോഴെങ്കിലൊക്കെ നിസ്കരിച്ചോ ചോദിക്കുക, അല്ല. ഫിക്സഡ് ടൈമിംഗ് ആയിരിക്കണം. റാൻഡം റിമൈൻഡേഴ്സ് കാര്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കൃത്യത നിസ്കാരത്തിൽ വരിക. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ഇനി എങ്ങനെയാണ് ഒരു കുട്ടി പിന്നെ ഇബാദത്ത് അല്ലെങ്കിൽ ഇസ്ലാമിലെ ചര്യകൾ എങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കുന്നത്? എങ്ങനെയാണ് ഒരു കുട്ടി ഇബാദത്ത് പഠിക്കുന്നത്? എങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കുക? അത് നമുക്ക് പറയാം. തർബീയത്തിലൂടെയാണ് പഠിക്കുക. നമ്മൾ കുറെ ഇൻഫോർമേഷൻസ് കൊടുത്തിട്ടല്ല കുട്ടി ഇബാദത്ത് പഠിക്കുന്നത്, തർബീയത്തിലൂടെയാണ്. എങ്ങനെയാണത്? നമ്മൾ പറയുന്നതിന് മുമ്പ് കാണിച്ചു കൊടുക്കണം. അതാണ് തർബീയത്ത്. ഇസ്ലാമിക് തർബീയത്ത് മോഡൽ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിന് മുമ്പ് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഒരു വട്ടം കാണിച്ചു കൊടുത്താൽ അത് നിങ്ങൾ ഇന്നലെ ചെയ്തു എന്ന് കുട്ടി മനസ്സിലാക്കും. ഒരാഴ്ചയായിട്ട് കുട്ടി കാണുന്നതാണ്, കുട്ടി ഉമ്മാക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്ന് കുട്ടി മനസ്സിലാക്കും. മനസ്സിലായോ? പറയുന്നത് തിരിയുന്നുണ്ടോന്ന് അറിയില്ല. നിങ്ങള് ദുഹർ നിസ്കാരം ബാങ്ക് കൊടുത്ത ഉടനെ ഇന്ന് നിസ്കരിച്ചാൽ കുട്ടി മനസ്സിലാക്കുന്നു ഇന്ന് ഉമ്മ കറക്റ്റ് ടൈമിന് നിസ്കരിച്ചിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കുട്ടി എന്ത് മനസ്സിലാക്കും? ഉമ്മാക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ കുട്ടി 3-4-5 മാസം ഇതന്നെ കാണുന്നത്, നിങ്ങൾ കറക്റ്റ് ടൈമിൽ നിസ്കരിക്കുന്നു, അപ്പൊ ഇത് ഉമ്മാന്റെ റുട്ടീനാണെന്ന് കുട്ടി മനസ്സിലാക്കും. അപ്പൊ നിങ്ങൾ മോഡലായി. യു ആർ എ മോഡൽ. ളുഹർ നിസ്കാരത്തിന് അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ കൃത്യതയിൽ നിങ്ങൾ ഒരു മോഡലാണ്.
അപ്പം നിങ്ങൾക്ക് എന്തിനുള്ള അർഹതയായി? ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ എന്ന് ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വന്തം ചെയ്യാത്തതിനെ മറ്റുള്ളവരോട് ഉപദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ഫിക്സഡ് ടൈമിൽ ദോറ് നിസ്കരിക്കുന്ന, അസ്ർ നിസ്കരിക്കുന്ന കറക്റ്റ് കൊണ്ടുപോകുന്ന ഒരാളായിരിക്കെ എന്തായി നിങ്ങൾക്ക് അതിന് അർഹതയായി. എന്ത്? ഉപദേശിക്കാനുള്ള അർഹതയായി, കമാൻഡ് ചെയ്യാൻ. അപ്പൊ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യും. 7 വയസ്സുള്ള കുട്ടി ഇമിറ്റേറ്റ് ചെയ്യും. നിസ്കാരം എന്നത് കുറെ ഓപ്ഷൻ ഉള്ള ഒരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നില്ല കുട്ടി. ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കാനുള്ള ഒരു ഓപ്ഷൻ ആണെന്ന് കുട്ടി മനസ്സിലാക്കുകയും ആ രൂപത്തിൽ കുട്ടി ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളുടെ നിസ്കാരമാണ് കുട്ടികളുടെ കരിക്കുലം. നിങ്ങളുടെ നിസ്കാരത്തിന്റെ ടൈമിങ്, നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ, മോഡൽ ക്രിയേഷൻ, അതാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ കരിക്കുലം. അപ്പോ അങ്ങനെയാണ് കുട്ടി ഇസ്ലാമിൽ പെട്ട എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുക. എങ്ങനെയാണ്? ഇമിറ്റേഷനിലൂടെയാണ്, നമ്മൾ മോഡലായി വർക്ക് ചെയ്യുമ്പോഴാണ്. ഇനി നിങ്ങൾ നോക്ക്, കുട്ടികൾക്ക് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവണം. ഇമോഷണൽ കണക്ഷൻ, നിസ്കാരമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ, അത് 7 വയസ്സുള്ള കുട്ടിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമാസ് മാസ്റ്ററിയിൽ ആ രൂപത്തിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചിൽഡ്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നമ്മളും ആ രൂപത്തിൽ ഇമോഷണലി നിസ്കാരത്തെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇമോഷണലി കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള സ്നേഹമൊക്കെ പറയാൻ, അള്ളാഹുമായിട്ടുള്ള സംസാരം പറയാം. ആ സമയത്ത് ഉമ്മാനെയും ഉപ്പാനെയും സ്കൂളും മദ്രസയും കുട്ടികളും കൂട്ടുകാരും ഇതെല്ലാം മറക്കണം. നീ അള്ളാഹുമായിട്ട് സംസാരിക്കല്ലേ, അപ്പോ ആ രൂപത്തിൽ ചെയ്യണം, നല്ല രസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇമോഷണലി ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴുള്ള 2 ഗുണങ്ങളാണ്. ഒന്ന്, കുട്ടിക്ക് ഇമോഷണലി കണക്ഷൻ ഉണ്ടാകും, പറയുന്ന നമുക്കും ഉണ്ടാവും, നമുക്കും കണക്ഷൻ വരും. പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനും അത് ഡീകോഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഇമോഷനെ. നമുക്കും അങ്ങനെ ഒരു കണക്ഷൻ, ഇമോഷണൽ കണക്ഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് 7 വയസ്സ് മുതൽ ജെന്റിൽ ട്രെയിനിങ് ആണ്. 7 വയസ്സ് മുതൽ നമ്മൾ കുട്ടികളോട് പറയുകയാണെന്ത്, നിസ്കരിക്കൂ, വാ നിസ്കരിക്കാം, എന്റെ കൂടെ നിസ്കരിക്കാം. ഈ മുഹമ്മദ് റബീ എന്താണ് ഇമോജി ഒന്നും അയക്കല്ല, ആളുകളുടെ ശ്രദ്ധ പോകുന്നുണ്ട്. അപ്പൊ പാരന്റ്സിന്റെ കയ്യിലല്ലേ ഫോൺ എന്നുള്ളതാണ്, ഡിവൈസ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോ നമ്മൾ 7 വയസ്സിൽ കുട്ടി കൊണ്ട് നിസ്കരിപ്പിക്കുന്നതിന് ഉദ്ദേശം എന്താ ഉദ്ദേശം? നിസ്കാരത്തിലെ പെർഫെക്ഷൻ അല്ല, നിസ്കാരത്തിലെ പെർഫെക്ഷനേ അല്ല ഉദ്ദേശം. പിന്നെന്താ ഉദ്ദേശം? പെർഫെക്റ്റ് ആയിട്ട് നിസ്കരിക്കാനാണോ 7 വയസ്സിൽ നമ്മൾ കുട്ടികളെ അതിന് പ്രേരിപ്പിക്കുന്നത്? എന്തിനാണ് നമ്മൾ 7 വയസ്സുള്ള കുട്ടിയെ പ്രേരിപ്പിക്കുന്നത്? കൃത്യമായി നിസ്കരിക്കാനല്ല, ഹാബിറ്റ് ആവാനാണത്. ഓക്കെ, എന്തിനാണ് 7 വയസ്സിൽ നിസ്കരിക്കാൻ പറയുന്നത്? ഹാബിറ്റ് ആവണമെങ്കിൽ കുറെ കാലം എടുക്കുമല്ലോ. നിസ്കരിക്കാൻ പറഞ്ഞു കുട്ടി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഹാബിറ്റ് ആവും. ഓക്കെ, അവയർനെസ്സിനും അല്ല, അതൊക്കെ അടുത്ത ഘട്ടത്തിൽ കുട്ടി മനസ്സിലാക്കാൻ, ഫെമിലിയാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, പരിചയത്തിന് വേണ്ടിയിട്ടാണ്. കുട്ടി പരിചയപ്പെടണം, അത്രേ ഉദ്ദേശമുള്ളൂ. അപ്പൊ 7 വയസ്സിൽ നിസ്കരിക്കാൻ പറയുന്ന നിങ്ങള് അവിടെ പെർഫെക്ഷൻ, ഇത് എന്ത് സുജൂദാടാ ചെയ്തേ എന്ന് ചോദിക്കരുത്. കാരണം പെർഫെക്ഷൻ നമ്മൾ ഉദ്ദേശമല്ല. പിന്നെന്താ ഉദ്ദേശമുള്ളൂ? ഫെമിലിയാരിറ്റിയാണ്. കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങൾ തെറ്റിച്ചാല് സൂചിപ്പിച്ചു കൊടുക്കാം, അപ്പൊ അവയർനെസ് ഉണ്ടാവും. ഓക്കെ, അല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ഇന്ന് ഒരു പാരന്റിനോട് സംസാരിച്ചു, കുട്ടിക്ക് 7.5 വയസ്സാണ്. 7.5 വയസ്സുള്ള കുട്ടി, പക്ഷെ മദ്രസയിൽ 1-ാം ക്ലാസ്സിലാണ്. ഈ റമദാൻ കഴിഞ്ഞാൽ 2-ാം ക്ലാസ്സിലേക്ക് പോകും. അപ്പൊ ഞാൻ നിസ്കരിക്കലുണ്ട് കുട്ടി? നിസ്കരിക്കലുണ്ട്.
പിന്നെ ഫാത്തിഹ അറിയാം, അപ്പൊ ഫാത്തിഹ ഓതും. പിന്നെയോ ബാക്കി റുക്കൂലും സുജൂദിലൊക്കെ ഓന് ഈ 1-ാം ക്ലാസ്സിൽ ചെറിയ ചെറിയ ആയത്തിന്റെ കഷ്ണങ്ങൾ പഠിക്കുമല്ലോ, ചെറിയ ചെറിയ ആയത്തിന്റെ കഷ്ണങ്ങൾ അവസാന ഘട്ടത്തിൽ. ആ ആയത്തിന്റെ കഷ്ണങ്ങൾ റുക്കൂലും സുജൂദിലും എഴുത്തിദാലിലും പിന്നെ ഇരുത്തത്തിലൊക്കെ ചൊല്ലും. അത് ഉമ്മാനോട് ചോദിച്ചിട്ട് ഞാൻ അതൊക്കെ ചൊല്ലിക്കോട്ടെ. ഉമ്മ പറഞ്ഞ പോലെ ഓക്കെ, നമ്മൾ വെരി ഗുഡ്, അങ്ങനെ വേണ്ടത്. അതൊന്നും ആ സമയത്ത് ചൊല്ലേണ്ടതല്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് വാണ്ട് എനി പെർഫെക്ഷൻ അറ്റ് ദിസ് ഏർലി സ്റ്റേജ്. 7 വയസ്സിലൊന്നും ഒരു പെർഫെക്ഷനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, ഫെമിലിയാരിറ്റി ഉദ്ദേശിക്കുന്നുള്ളൂ. കുട്ടിക്ക് സൂചന നൽകാം. മോനിക്കപ്പൊ അതെല്ലാം അറിയുള്ളൂ, മോനോ ചൊല്ലിക്കോ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് പഠിക്കാന്ന് പറയാം. അപ്പൊ മോനിക്ക് മനസ്സിലാവും ഇത് ഞാനിപ്പോ ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധത്തിൽ അവൻ ഓതിക്കോളും. അപ്പൊ പെർഫെക്ഷൻ അല്ല 7 വയസ്സിൽ, ഫെമിലിയാരിറ്റി ആണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ നമ്മൾ എന്താണ് 7 വയസ്സുള്ള കുട്ടിയുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കേണ്ടത്? 7 വയസ്സുള്ള കുട്ടിയുള്ള ഒരുപാട് പാരന്റ്സിൽ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നത്. നമ്മൾ ആ കുട്ടിക്ക് കരുണ ചെയ്യണം. ഒന്ന്, നല്ല കരുണ നമ്മൾ ചെയ്യണം. കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയതിന് അടിക്കുക അല്ലെങ്കിൽ കലമ്പുക ഒന്നും പാടില്ല. തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഉപദേശിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ പേഷ്യൻസ്, കുട്ടിക്ക് ആ സമയത്ത് എംഫസൈസ് ചെയ്യേണ്ട പേഷ്യൻസ്. അനങ്ങാണ്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ് നിൽക്കണല്ലോ, ആ സമയത്ത് ഭയങ്കര പണിയായി. 7 വയസ്സുള്ള കുട്ടിക്ക് അനങ്ങാണ്ട് നിൽക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവന് അനങ്ങാണ്ട് നിൽക്കാൻ കഴിയുന്നുണ്ടോ, അതിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. അനങ്ങാണ്ട് മോനെ അനങ്ങരുതട്ടെ, അനങ്ങാണ്ട് അത് വരും കാലങ്ങളിൽ വേണ്ട ഒരു സാധനമാണ്. അപ്പൊ അത് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അത് കുട്ടി പരിശീലിക്കേണ്ട സംഗതിയാണ്. ഉറങ്ങുന്ന സമയത്ത് മാത്രം അനങ്ങാണ്ട് നിൽക്കും കുട്ടികൾ, ബാക്കി എല്ലാ സമയത്തും കുട്ടികൾ അനങ്ങുന്നവരാണ്. അപ്പൊ നിസ്കാരത്തിലെ പരിശീലിപ്പിക്കണം. പിന്നെ റിപ്പീറ്റേഷൻ. അപ്പോ ദോഹറിന് നമ്മളെ കൂടെ കൂടി, അസറിന് ദോഹറിന് കൂടിയല്ല അസറിന് അത് ചെയ്യരുത്, അസറിനും കൂടി കൂട്ടണം. ദോറും അസുറിന് മഗ്‌രിബിന്റെ സമയത്തൊക്കെ കളിക്കായിരുന്നു, ചെയ്യരുത്, കൂട്ടണം. മഗ്‌രിബിന് കൂട്ടണം. റിപ്പീറ്റേഷൻ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ഇനി കൂടുതൽ ഞാൻ നീട്ടുന്നില്ല, ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ 2-ാം ഘട്ടത്തിലേക്ക് ആക്കാം എന്ന് കരുതുന്നു. എന്നാലും പിന്നെ ഇതിന്റെ ബാക്കിയായിട്ട് തന്നെ കുറച്ച് വിഷയങ്ങൾ പറയാനുണ്ട്. അടുത്തത് എന്തുകൊണ്ട് കുട്ടികൾ ലേറ്റായി നിസ്കരിക്കുന്നു എന്നതാണ് അടുത്ത ടോപ്പിക്. അത് നമ്മൾ ഇന്ന് പറയുന്നില്ല, അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്തൊരു സെഷനും കൂടി വെക്കാതാ നല്ലത്, നിങ്ങൾ ബുദ്ധിമുട്ടാവും. പക്ഷെ ഇതിന്റെ ഇന്നിപ്പോ പറഞ്ഞതിന്റെ ഒരു ബാക്കി വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഡെവലപ്മെന്റൽ സ്റ്റേജ്. കുട്ടികളുടെ ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞല്ലോ, ഓരോ കുട്ടിയുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് ആ കുട്ടിക്ക് നമ്മൾ നിസ്കാരം ശീലിപ്പിക്കേണ്ടത്. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. എല്ലാ കുട്ടിക്കും ഒരേ കോലത്തിൽ കൊടുത്താൽ ഒന്നും വിജയിക്കൂല. ഏജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. 3 മുതൽ 6 വരെ വയസ്സ്, 3 വയസ്സ് മുതൽ അതിന് മുമ്പ് എന്തായാലും നിസ്കാരത്തെ കുറിച്ച് പരിചയം. അവര് ചിലപ്പോ മുസല്ല ഇട്ടിട്ട് അല്ലാഹു അക്ബർ കൈ കെട്ടിയിട്ട് നേരെ അവരെ അട്രാക്ട് ചെയ്തത് സുജൂദായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടിയെ അട്രാക്ട് ചെയ്ത സുജൂദ. അപ്പം കൈ കെട്ടുന്നതിന്റെ തന്നെ ലക്ഷ്യം എന്താണ്? സുജൂദിൽ പോയി ഒറ്റ ബിഗല് ബിഗ എന്നുള്ളതാണ്. കാരണം അവർക്ക് അത് നല്ല ഇഷ്ടപ്പെടും സുജൂദയിൽ, അതൊരു പ്രത്യേക ഒരു ഇതാണല്ലോ. അപ്പൊ കൈ കെട്ടിയിട്ട് നേരെ സുജൂദിലേക്ക് പോകുന്നതാണ്. റുക്കു എഴുത്തുതല അങ്ങനത്തെ സംഭവം ഒന്നും ശ്രദ്ധിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പൊ അത് ഒരു ചെയ്തോട്ടെ. 3 വയസ്സിന് മുമ്പ് 3 to 6 വരെ ഉള്ളത് ചിൽഡ്രൻ സ്റ്റാർട്ട് കോപ്പി മൂവ്മെന്റ്സ് ആൻഡ് ഇമോഷൻസ്. അവര് നമ്മുടെ ചലനങ്ങൾ കോപ്പി ചെയ്യുന്ന കാലമാണ്. നമ്മുടെ ചലനങ്ങൾ മാത്രമല്ല, ശ്രദ്ധിക്കണം, 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കുട്ടി ചലനങ്ങൾ മാത്രമല്ല കോപ്പി ചെയ്യാൻ, ഇമോഷൻസും കോപ്പി ചെയ്യും. അപ്പൊ നിങ്ങൾ നിസ്കാരത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ കുട്ടി റീഡ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ അല്ലാഹു അക്ബർ കുറച്ച് സുജൂദിന്റെ സ്ഥാനത്തൊക്കെ നോക്കി നിങ്ങൾ വളരെ ഇമോഷണലി നിസ്കരിക്കും. കുട്ടി നമ്മളെ മുഖം നോക്കും, കട്ടിൽ കിടക്കായിരിക്കും, പക്ഷെ നമ്മുടെ മുഖം നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഇമോഷൻസ് കോപ്പി ചെയ്യാൻ.
നമ്മുടെ മൂവ്മെന്റ്സും ഇമോഷൻസും കുട്ടി കീപ്പ് ചെയ്യും, അത് കോപ്പി ചെയ്യും. അപ്പൊ നമ്മുടെ മൂവ്മെന്റ്സ് വളരെ ശ്രദ്ധിക്കണം. സ്പീഡായാൽ അത് അങ്ങനെ തന്നെ കോപ്പി അടിക്കും. ഇമോഷൻ ലെസ് ആണെങ്കിൽ, ഒരു ഇമോഷനും ഇല്ല, ഇങ്ങനെ ഒരു ഇമോഷനും ഇല്ലെങ്കിൽ അതും കുട്ടി കോപ്പി ചെയ്യും. നിസ്കരിക്കുമ്പം ഇമോഷൻ ലെസ് ആണ്, പിന്നെ വൈകാരികമായിട്ടൊന്നുള്ള പരിപാടിയല്ല എന്നത് കുട്ടി കോപ്പി ചെയ്യും. അതുകൊണ്ട് അവര് കോപ്പി ചെയ്യാതിരിക്കാൻ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറച്ച് ഇമോഷൻ ഇടണം. ഇല്ലം തെബുക്കൂഫത്തബാക്കൂ എന്നാണ് ഹദീസിലുള്ളത്. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരച്ചിൽ ഉണ്ടാക്കണം കേട്ടോ. ഇമോഷൻ ചെറിയ സംഭവമൊന്നുമല്ല. നിങ്ങൾ നിസ്കാരത്ത് കരച്ചിലോ അല്ലെങ്കിൽ ആ ഒരു വൈകാരികത വരുന്നില്ല, ഉണ്ടാക്കണത് ചിന്തിച്ച് ആ എനിക്കെല്ലാം തന്ന എന്റെ റബ്ബിന്റെ മുന്നിലല്ലേ ഞാൻ നിൽക്കുന്നത്. പിന്നെ തന്ന സാധനങ്ങൾ എണ്ണരുത്. എന്റെ മാപ്പിളിനെ തന്നു, എന്റെ മാപ്പിളിന്റെ ഉമ്മാനെ തന്നു, എന്റെ വണ്ടി തന്നു, 2 നില വീട് തന്നു, ഓ ഇന്ന് ചപ്പാത്തി അത് ഉണ്ടാക്കാനുള്ള മാവ് വന്നു, അങ്ങനെ ഓരോന്നും ചിന്തിക്കരുത്. ആ കൊളായി. മൊത്തത്തിലേ ചിന്തിക്കാവൂ, സബ്ജക്റ്റീവായി ചിന്തിക്കരുത്, ഒബ്ജക്റ്റീവായി ചിന്തിക്കരുത്. അപ്പൊ നമ്മള് എനിക്കെല്ലാം തന്ന റബ്ബിന്റെ മുന്നിലല്ലേ ഞാൻ ഈ നിസ്കാരം കൊടുക്കുന്നത് ചിന്തിക്കുമ്പോൾ കുറച്ച് നമുക്ക് ഇമോഷൻ വരും. ഇമോഷൻ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ അത് കുട്ടിക്ക് കോപ്പി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം. അപ്പം നമ്മളുടെ ചലനങ്ങൾ കുട്ടി കോപ്പി ചെയ്യും. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് പ്രത്യേകം നോട്ട് ചെയ്യണം, അതിന് ശേഷമല്ല. ചലനങ്ങളും നമ്മുടെ ഇമോഷൻസും കുട്ടി കോപ്പി ചെയ്യും. പിന്നെ ഒരു കോപ്പി എന്താ പറയാ, ദ അബ്സോർബ് ടോൺ. ടോണുകൾ കുട്ടി കോപ്പി ചെയ്യും. ടോണുകൾ, നമ്മുടെ നിസ്കാരത്തിന്റെ ടോണ്, നമ്മളിപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഈ ടൂണിൽ ഓതുന്ന ഒരാളാണെങ്കിൽ ഈ കുട്ടി ആ ടൂൺ എന്തായാലും കോപ്പി ചെയ്യും. ടൂൺ ഓക്കെ, ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്. കുട്ടിക്ക് വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ ആ റൂള് നിയമങ്ങൾ അനുസരിച്ചിട്ടൊന്നും പറയാനോ അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും കുട്ടി കോപ്പിയല്ല. പക്ഷെ ആ ടൂണ് കുട്ടി അത് നമ്മൾ ടൂൺ അതായിരിക്കും. ഇമാമിന്റെ മക്കത്തും മദീനത്തും ഹറബിന്റെ അടുത്ത് റൂമുള്ള പിന്നെ റൂം എടുത്ത് താമസിക്കുന്ന അവിടെ ജോലിയുള്ള ആളുകളെ കുട്ടികൾ ആ ഹറമിലെ ആ ടൂണിലാണ് അല്ലാഹു അക്ബർ പറയാ. ബാങ്കും അങ്ങനെ കേട്ട് പഠിക്കും. ടോൺ എന്ന് പറഞ്ഞാൽ വെറും ഈ ടോൺ മാത്രമല്ല, നമ്മുടെ ഔട്ട്ഫിറ്റ്, നമ്മുടെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സ് കുട്ടി കോപ്പി അടിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ എടുത്ത് തലയിലൊക്കെ ചുറ്റും ചേർക്കും, അതൊക്കെ വരും. റൂൾസ് ഒന്നും കുട്ടി കോപ്പി ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടോണ്, നമ്മുടെ അപ്പിയറൻസ് കുട്ടി കോപ്പി ചെയ്യുന്നതാണ്. അപ്പൊ നല്ല വൃത്തി വരണം. അപ്പൊ സാധാരണഗതിയില് വീട്ടിലെ പിന്നെ ഒരിക്കലും ഇസ്തിരി ഇടാത്ത സാധനം ആണ് നിസ്കാരക്കുപ്പായം. പല വീട്ടിൽ, നിങ്ങളെ വീടെല്ലാന്ന് കൂട്ടിക്കൊളി. ഒരു കാലത്തും ഇസ്തിരി ഇടാത്ത സാധനമാണ് എന്ത്, പല വീടുകളിലെയും നിസ്കാരക്കുപ്പായം. അപ്പൊ അത് കുട്ടികൾ കോപ്പി അടിക്കും. നിങ്ങളെ ഉമ്മമാരങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ കോപ്പി അടിച്ച് ഇങ്ങനെ വരികയാണത്. അപ്പൊ നല്ല വൃത്തിക്ക് ഇസ്തിരി ഇട്ടിട്ട് നല്ല വൃത്തിയിൽ മടക്കി വെച്ചാൽ നിസ്കരിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു വൃത്തി ഉണ്ടാവുമല്ലോ. അപ്പൊ ഔട്ട്ഫിറ്റുകൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് അതാണ്. പിന്നെ ഈ 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കുട്ടി നിസ്കരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മള് പിന്നെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ ശേഷം മുസല്ല ഇട്ടിട്ട് ഈ കുട്ടി നിസ്കരിക്കാൻ ശ്രമിക്കുമ്പം കുട്ടി പിന്നെ നിസ്കരിക്കുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ ഒരു ജോയ്ഫുൾ ആയിട്ട്, നമുക്കൊരു ആസ്വാദനമായിട്ട് കുട്ടിക്ക് ഫീൽ ചെയ്യണം. അപ്പൊ കുട്ടി ഇത് ആവർത്തിക്കും, റിപ്പീറ്റ് ചെയ്യും. സീരിയസ് ആയിട്ട് കാണരുത് കുട്ടി നിസ്കരിക്കുന്നതിനെ. ഇങ്ങനെ നേരെ നിൽക്ക്, മറ്റേ അന്നേരം പോയിട്ട് നിയമങ്ങൾ പറയരുത്. 5 വയസ്സോ 6 വയസ്സുള്ള കുട്ടിയോടും പറയരുത്. നമ്മളത് ആസ്വദിക്കുക, ജോയ്ഫുൾ ആയിട്ട് കാണാം. അപ്പൊ കുട്ടി നമ്മൾ ചിരിക്കുന്നു, നമ്മൾ ആസ്വദിക്കുന്നു, നമുക്കത് ഇഷ്ടമാകുന്നു എന്ന് കാണുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ 7 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടി, നിങ്ങൾ കുട്ടികളെ സങ്കല്പിച്ചോളിട്ടാ. 7 വയസ്സ് മുതൽ 9 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ബ്രെയിൻ റെഡി ഫോർ റൂട്ടീൻ. നോക്ക്, ഇസ്ലാം എത്ര കറക്റ്റ് ആണ്. ഇത് പറയുന്നത് മോഡേൺ സയൻസ് ആണ്. 7 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കാലഘട്ടം
ശീലങ്ങൾ ഉണ്ടാക്കാൻ കുട്ടി റെഡിയായ കാലഘട്ടം. കറക്റ്റ് ആ സമയത്ത് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം ശീലിപ്പിക്കാൻ പറഞ്ഞു. ശീലങ്ങൾ ഉണ്ടാകുന്ന പ്രായം സയൻസ് പറയും 7 മുതൽ 9 വയസ്സ്, 7, 8, 9. അപ്പൊ ജെന്റിൽ റിമൈൻഡേഴ്സ് കൊടുക്കുക, നന്നായിട്ട് അത് വർക്ക് ചെയ്യും. റിമൈൻഡേഴ്സ് കൊടുത്താൽ എങ്ങനെ കൊടുക്കേണ്ടത്? ലോറുവാൻ കൊടുത്തില്ല, നീ എന്തെന്നാ കളിക്കുന്ന, പിന്നെയും കളിക്കേനെ. നമ്മളെ നാട്ടിലെ ഭാഷയിലാട്ടോ പറയുന്നത്, കണ്ണൂർ ഭാഷ. നീ പിന്നെയും കളിക്കുന്ന, എടാ ബാങ്ക് കൊടുത്തില്ലേ. അങ്ങനെയല്ല, ജെന്റിൽ റിമൈൻഡർ എന്ന് പറഞ്ഞ ഇതല്ല. അല്ല, ലോറുവാൻ കൊടുത്തില്ലേ, ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പൊ കുട്ടി ഇങ്ങോട്ട് പറയും, ആ നിസ്കരിക്കണല്ലേ, കുറച്ചുകൂടി കളിക്കട്ടെ. നിസ്കരിക്കാൻ സമയമില്ല. ഇതാണ് ജെന്റിൽ റിമൈൻഡർ. നല്ല രസം ഉണ്ടാവും അത്. രംഗം ഒന്ന് സങ്കല്പിച്ചു നോക്ക്. അപ്പൊ കുട്ടി വേഗം കൈയൊക്കെ കഴുകി പിന്നെ ഒതുകൊടുത്ത് എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നിസ്കരിച്ചു കഴിഞ്ഞോ ഫുള്ള് ഫ്രീ, കളിക്കാം. ഇത് നിസ്കാരം എനിക്കൊരു ഭീഷണിയല്ല എന്ന് കുട്ടി ചിന്തിക്കാൻ തുടങ്ങും. അത് റുട്ടീനായി മാറും. നിസ്കാരം എനിക്കൊരു ഭീഷണിയല്ല. നിസ്കാരത്തിലേക്ക് കയറലോടുകൂടെ എന്റെ കളിയാണ്ട് അസ്തമിച്ചു. കളി നിർത്തിക്കാൻ വേണ്ടി നിസ്കാരത്തെ ടൂളാക്കും. വളരെ ശ്രദ്ധിക്കണം. കളി നിർത്തിക്കാൻ വേണ്ടി നിസ്കാരത്തെ ടൂളാക്കരുത് കേട്ടോ. അത് ഭയങ്കര മണ്ടത്തരാണ്. നിസ്കാരത്തിന്റെ പേര് പറഞ്ഞിട്ട് വേഗം കയറ്റുക, എന്നിട്ട് വേഗം കുളിപ്പിച്ചിട്ട് നമുക്ക് ഫ്രീ ആവാണ്ട്. ഇവനെ കുളിപ്പിച്ചിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് നമ്മൾ ഫ്രീ, പിന്നെ ഫോൺ നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓനെ കളി നിർത്താൻ വേണ്ടി നിസ്കാരത്തെ ടൂളാക്കരുത്. അത് ദൂരവ്യാപകമായ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം നിസ്കാരം ഇവനൊരു പാരയാണ് എന്ന ഒരു മെന്റാലിറ്റി അത് മനസ്സിലേക്ക് വരാം. നിസ്കരിക്കലോടുകൂടി പിന്നെ എനിക്ക് കളിക്കാൻ കഴിയില്ല എന്ന ചിന്തയിലേക്ക് കുട്ടി വരും. അത് നമ്മൾ ഒരു ദിവസം വിജയിച്ചാൽ നമുക്കൊരു ശീലമുണ്ട്, എല്ലാ ദിവസവും ഇതുണ്ടാക്കും. ഒരു ദിവസം നിസ്കാരത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇവന്റെ കളി മുടക്കാൻ കഴിഞ്ഞാൽ, കുളിപ്പിക്കാൻ ഇവനെ കിട്ടിയാൽ, ഇതിനെ കിട്ടണ്ട കുളിപ്പിക്കാന്, പിന്നെ നമ്മൾ എല്ലാ ദിവസവും തന്നെയായിരിക്കും പരിപാടി. അത് പാടില്ല. നിസ്കാരത്തെ ഒന്നിനും ടൂളാക്കരുത്. പിന്നെ വിഷ്വൽ ക്യൂസ് ഹെൽപ്പ്. ബാങ്ക് വിളിച്ചു, കുട്ടി കളിക്കുകയാണ്, ബാങ്ക് കൊടുത്തില്ലേ എന്ന് ചോദിക്കാൻ വരുന്നത് നിസ്കാര കുപ്പായം ഇട്ടിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് ബ്രെയിനിലേക്ക് അത് കയറും. കുട്ടികളെ നോക്കുകയാണ്, ഉമ്മാനെ നോക്കുക, നിസ്കാര കുപ്പായത്തിലുള്ളത്, നിസ്കരിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് ഒരു അർജൻസി ഫീൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അല്ലാഹു അലം. വിളിക്കാൻ വരുമ്പോൾ ഒരു വിഷ്വൽ എഫക്റ്റ് ഉണ്ടാവുകയാണ്. ആ ശരിയാണല്ലോ, അപ്പൊ ഇപ്പൊ തന്നെ നിർത്തണം എന്ന് കുട്ടിക്ക് ചിന്ത വരും. അപ്പൊ തന്നെ നിർത്തുകയും നമ്മളെ കൂടെ വരികയും ചെയ്യും. നിസ്കാരം കഴിഞ്ഞാൽ ഫ്രീ ആക്കി കൊടുക്കണം കുറച്ച് സമയമെങ്കിലും. മരുസ്കാരത്തിന് ശേഷം ചിലപ്പോൾ ചെയ്യാൻ പറ്റൂല, എന്നാലും മാക്സിമം. ഇനി 10 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിലോ, 10 മുതൽ 12 വയസ്സ് വരെ ആണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ്. ഉത്തരവാദിത്തത്തെ കുറിച്ച് നമുക്ക് ഉപദേശിക്കാൻ സമയമായിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഉപദേശിക്കാൻ സമയമായിട്ടുണ്ട്. 3 വയസ്സ് മുതൽ ഇങ്ങനെ വന്ന കുട്ടിയാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും 10 വയസ്സിൽ ഈ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറയാനൊക്കെ. 10 വയസ്സിലാണ് നമുക്ക് ബോധം ഉദിക്കുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട്, ഇനി നാളെ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് എന്താക്കാം, 10 വയസ്സുള്ള കുട്ടിയും മാനേജ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മളെ കുട്ടികൾ തന്നെയല്ലേ. ഞാൻ 3 വയസ്സ് മുതൽ ഒന്നും ചെയ്തിട്ടില്ല, എന്തായാലും അങ്ങനെ പോട്ടെ, അടുത്തതിന് നോക്കാം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി ശരിയാക്കി എടുക്കേണ്ടത് നമ്മൾ തന്നെയല്ലേ. അപ്പൊ അത് നമുക്ക് പറയാം. പക്ഷേ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളൂ, നിങ്ങൾക്ക് 3 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല വൃത്തിക്ക് ഈ രൂപത്തിൽ കൊണ്ടുവന്നോളൂ. അപ്പൊ എളുപ്പമാകും. റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് നിസ്കരിക്കണം. നിസ്കാരം നമ്മുടെ ഉത്തരവാദിത്തമാണ്. എല്ലാം തന്ന റബ്ബിന്റെ മുന്നിൽ റബ്ബ് ചോദിച്ച 5 മിനിറ്റ് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. ബാക്കിയുള്ള സമയം വാട്ട് എവർ ഇറ്റ് ഈസ് വി ആർ യൂസിങ് ഫോർ പ്ലേയിങ്, ഫോർ സ്റ്റഡിങ്, ഫോർ ഈറ്റിംഗ്, ഫോർ സ്ലീപ്പിംഗ്, എവറിഥിങ് എൽസ്, എല്ലാത്തിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. 5-10 മിനിറ്റ് നമ്മൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കൊടുക്കണം കേട്ടോ, നമ്മളെ ബാധ്യതയല്ലേ. പാമോനെ നിസ്കരിക്കാം. അങ്ങനെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞിട്ട് 10 വയസ്സ് മുതൽ 12 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവരാം. അതിന് മുമ്പ് അതൊന്നും പറയരുത്. ഇനിയോ വന്നാലോ, പ്രൈസ് എഫേർട്ട് നോട്ട് ഔട്ട്കം. നിസ്കരിച്ച അത്ര പോരാ, പക്ഷെ നിസ്കരിക്കാൻ വന്നതിനെ മാത്രം പ്രൈസ് ചെയ്യാം.
നിസ്കരിക്കാൻ വന്നല്ലോ, ഓനിപ്പം സ്ക്രീൻ ടൈമിലുള്ളത്, ഓന് ഫോൺ നോക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ TV കാണാണ്, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് നിർത്തി വെച്ചിട്ട് ഓൻ വന്ന ആ എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടിന് നമ്മൾ നന്നായി അഭിനന്ദിക്കുക. ഓ നിസ്കരിച്ച നിസ്കാരമോ അത് പിന്നെ പറയാം, ഇപ്പൊ ഒന്നും മൈൻഡാക്കണ്ട, നാളെ പറഞ്ഞാലും കുഴപ്പമില്ല. ആ സമയത്ത് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു അഭിനന്ദനം കുട്ടി കൊടുക്കുക. പിന്നെ 10 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടിക്ക് സ്ട്രക്ചർ വളരെ പ്രധാനം. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ടൈമിങ്, ആദ്യ നിസ്കാരം, പിന്നെ ഭക്ഷണം, അത് കഴിഞ്ഞിട്ട് പ്ലേ ടൈം, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും, അങ്ങനെ കറക്റ്റ് ലൈഫിന് ഒരു സ്ട്രക്ചർ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ശ്രദ്ധിക്കണം. 13 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടിയെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്? ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാം. നമ്മളിൽ ഒരു വിശ്വാസം ആ കുട്ടിക്ക് ഉണ്ടാക്കുക. നമ്മളിൽ ഒരു വിശ്വാസം കുട്ടിക്ക് ഉണ്ടാക്കുക. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ടി വരും. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒക്കെ ചേർത്ത് പിടിക്കേണ്ടി വരും. ഫോണൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് കുറച്ച് സംസാരിച്ച് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടി വരും. ചിലപ്പം സ്കൂളിലോ മദ്രസയിലോ പോകുമ്പം പെൺകുട്ടിയാണോ ആൺകുട്ടിയാണെങ്കിലും ഒരു മുത്തം കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പിന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാം. എന്നിട്ട് ഒരു ഓണർഷിപ്പ് കൊടുക്കുക. എങ്ങനെ ഓണർഷിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇത് നിന്റെ മുസല്ലയാണ്. ചെറിയ കുട്ടിക്കൊക്കെ പറ്റും കേട്ടോ. നിന്റെ മുസല്ലയാണ്, ഇത് നിന്റെ സംഗതിയാണ്, ഇത് നിന്റെ ഖുർആനാണ്. അങ്ങനെ ഒരു ഓണർഷിപ്പ് എല്ലാത്തിനും കൊടുക്കുക. പിന്നെ അഭിപ്രായങ്ങൾ ചോദിക്കുക. നമ്മൾ നിസ്കരിക്കല്ലേ എന്ന് ചോദിക്കുക. പാടാ നിസ്കരിക്കാൻ പാടാ, അല്ലെങ്കിൽ വാണേ നിസ്കരിക്കാൻ പാണേ എന്ന് പറഞ്ഞവരെ നമ്മൾ നിസ്കരിക്കല്ലേ, അഭിപ്രായം ചോദിക്കുക. അതിൽ അവർ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ഓണർഷിപ്പ് ഒക്കെ അവർക്ക് തോന്നും. ഞാൻ ഈ മെയിൻ ആണല്ലേ എന്നൊക്കെ തോന്നും. അപ്പം ഓല് റെഡി ആയിക്കോളും. 13 മുതൽ 16 വരെ വയസ്സുള്ളത്. നമ്മൾ ഇതിൽ വരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് കൂടി പറഞ്ഞ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എക്സ്പെക്ടിങ് ഡിസിപ്ലിൻ വിതൗട്ട് ഡെവലപ്മെന്റൽ റെഡിനെസ്. നമ്മൾ ഈ കുട്ടികളിൽ ഭയങ്കര ഡിസിപ്ലിൻ, കൃത്യതയൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ഈ ഡെവലപ്മെന്റൽ പ്രോസസ് ഒന്നുമില്ലാതെ, ഒന്നും കൊടുക്കാതെ ഭയങ്കര ഡിസിപ്ലിൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പൈസ കൊടുത്തിട്ട് ബിസ്ക്കറ്റ് വാങ്ങുന്നത് പോലെ. അത് നടക്കൂല. ബിസ്ക്കറ്റിന് ഒരു പ്രോസസ്സ് അവിടെ നടന്നിട്ടുണ്ട് ഫാക്ടറിയിൽ. ആ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ സെറ്റായിട്ട് വന്നത്. എന്നിട്ടാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയെന്നുള്ള ബോധം വേണം. ഈ കുട്ടിയെ ഇന്നുണ്ട് ഡിസിപ്ലിൻ ആണ്ട് ആക്കാം എന്ന് നമ്മൾ കരുതരുത്. ഇത് ഡെവലപ്മെന്റൽ പ്രോസസ്സാണ്. അപ്പൊ ഇത്രയും കാലം ഇതൊന്നും ചെയ്യാത്ത പാരന്റ് ആണെങ്കിൽ, ഇപ്പൊ 13 വയസ്സുണ്ട് കുട്ടിക്ക്, അല്ലെങ്കിൽ 15 വയസ്സുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഒരു ഡെവലപ്മെന്റൽ ഒരു 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 പിന്നെ വ്യവസ്ഥാപിതമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഒറ്റയടിക്കാണ്ട് ശരിയാക്കാം എന്ന് കരുതരുത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ ഞാൻ പറയാം. ഒന്ന്, എന്തുകൊണ്ടാണ് കുട്ടികൾ ലേറ്റായി നിസ്കരിക്കുന്നത്? അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറയും. അതിനെന്താണ് പ്രതിവിധി, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയും. ഇനി മറ്റൊന്ന്, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രിക്കുകൾ പാരൻസിന്. എങ്ങനെയാണ് ഹോം എൻവിറോൺമെന്റ് നമ്മൾ ഹോം എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞില്ലേ? വീട്ടിലൊരു സാഹചര്യം ഉണ്ടാക്കണം, അന്തരീക്ഷം ഉണ്ടാക്കണം. അതെങ്ങനെയാണ്, അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രിക്സ്, സ്ട്രാറ്റജീസ്, ഇതൊക്കെ നമ്മൾ പിന്നെ ചർച്ച ചെയ്യും അടുത്ത ക്ലാസ്സിൽ. അതുപോലെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് കൂടി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഒന്ന്, എങ്ങനെ റെസിസ്റ്റൻസിനെ അല്ലെങ്കിൽ എക്സ്ക്യൂസസിനെ എങ്ങനെ ഡീൽ ചെയ്യാം. കുട്ടികൾ റെസിസ്റ്റ് ചെയ്യും. ഞാൻ ഇപ്പൊ നിസ്കരിക്കൂല, ഓർജിനൽ നിസ്കരിക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ നല്ല ഉറക്കുണ്ട്, അല്ലെ എനിക്ക് നല്ല വിശപ്പുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ അത് തലവേദന എടുക്കുന്നത്, ഇങ്ങനെ എക്സ്ക്യൂസസ് പറയുമല്ലോ. ഈ എക്സ്ക്യൂസസിനെ എങ്ങനെ ഡീൽ ചെയ്യണം, ഇതാണ് അടുത്ത സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ബിൽഡിങ് എ ഫാമിലി നമാസ് കൾച്ചർ. എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ മൊത്തത്തിൽ ഒരു ഫാമിലി നമാസ് കൾച്ചർ, FNC, ഫാമിലി നമാസ് കൾച്ചർ. FNC നമുക്ക് ചുരുക്കി പറയാം. FNC എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഫാമിലി നമാസ് കൾച്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതില് ഉമ്മയും ഉപ്പയും ഒക്കെ ഇൻവോൾവ്ഡ് ആവണം. അതെങ്ങനെയാണ് സംഗതികൾ, അതിന്റെ ആക്ഷൻ ഒക്കെ നമ്മൾ പറയും. ഇത്രയും കാര്യങ്ങളാണ് ഇനി അടുത്ത സെഷൻ. വളരെ ഇമ്പോർട്ടൻറ്റ് സെഷനാണ് അടുത്തത്. ഇനി നമുക്ക് എന്തായാലും അത് എടുത്താൽ കുറെ സമയം കുറെ വൈകും.
ഇപ്പൊ UAE 8 മണിയായി, നാട്ടിൽ 9:30 മണിയായി. മാക്സിമം 1.5 മണിക്കൂർ നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഇനി അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയില്ല. നിങ്ങളൊരു ഉപകാരം ചെയ്യണം. ഉപകാരം ചെയ്യും എന്നുള്ളവര് ഇതെങ്ങനെ പ്രതികരിക്കാം, ഒരു വീഡിയോയിലുള്ളവർ കൈ ഉയർത്താം. ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഉപകാരമായിട്ട് കണ്ടാൽ മതി. ഞാനിപ്പോ ഇത്രയും പറഞ്ഞെന്നുള്ള വിഷയങ്ങള്. അഡൽട്ട് നമാസ് മാസ്റ്ററി ഇൻഷാ അല്ലാഹ് ഉണ്ട്. നോമ്പ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഉണ്ടാവും, ബാച്ച് വിളിക്കും. ഭയങ്കരമായിട്ട് 4 ഭാഗത്തുനിന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അഡൽട്ട് നമാസ് മാസ്റ്ററി തീർച്ചയായിട്ടും ഉണ്ട് ഇൻഷാ അല്ലാഹ്. അത് നമ്മുടെ കുട്ടികളെ മാതിരി ആയിരിക്കും കേട്ടോ, വേറെ തന്നെ രൂപമായിരിക്കും ഇൻഷാ അല്ലാഹ്. അതൊക്കെ പ്ലാനൊക്കെ ഓക്കെയാണ്. അഡൽട്ട് നമാസ് മാസ്റ്ററി നിർബന്ധമാണ്. പിന്നെ കുട്ടികളിലൂടെ നമുക്ക് തുടങ്ങാന്ന് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഉപകാരം എന്താന്ന് വെച്ചാല്, ഇന്നത്തെ സെഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിലൂടെ അറിയും. ഗ്രൂപ്പില് ജെൻസ് ഒന്നുമില്ല, പിന്നെ ഞാനൊക്കെ ഉള്ളൂ. ഞാനൊന്നും വലിയ പ്രശ്നമാക്കണ്ട, പ്രശ്നകരമായ ആളുകളൊന്നും ഗ്രൂപ്പുകളിലില്ല. അപ്പൊ നിങ്ങൾ വോയിസ് ആയിട്ട് വിടുക. ഇനി എഴുതാനോ പറ്റുമെങ്കിൽ എഴുതിയിട്ട് വിടുക. എന്തിനാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ സെഷനിൽ ജോയിൻ ചെയ്തത് ഏതാണ്ട് 80, ബാക്കി 10 ആളുകൾ ട്രെയിനേഴ്സും മെന്റേഴ്സും ഒക്കെ ആയിട്ട് 10 ആളുണ്ടാവും കരുതുന്നു. 80 ആളുകളാണ് ജോയിൻ ചെയ്തത്. ശരിക്കും നമുക്ക് ഇന്ന് ജോയിൻ ചെയ്തത് അറ്റ്ലീസ്റ്റ് ഒരു 160 ആൾ ജോയിൻ ചെയ്യേണ്ട ക്ലാസ് ആണിത്. അപ്പം അഥവാ 100 ആളുകൾക്കാണ് നമ്മൾ ഇതില്, പിന്നെ ടൈം അൺലിമിറ്റഡ് ആണെങ്കിലും പിന്നെ ആള് 100 നമ്മൾക്ക് പറ്റുള്ളൂ ഈ സൂമില്. അപ്പം യൂട്യൂബ് ലിങ്ക് കൊടുക്കാന്ന് വിചാരിച്ച ആവശ്യം വന്നിട്ടില്ല, കാരണം എല്ലാവരും ജോയിൻ ചെയ്തില്ല. അപ്പൊ ബാക്കിയുള്ളവരെയും കൂടി നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാം. അതൊരു ദഅവത്താണ്. ഈ പാരന്റ്സ് ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികളിൽ ഞാൻ പറഞ്ഞില്ലേ 50% പരാജയമായിരിക്കും. കാരണം ഹോം എൻവിറോൺമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ട്രെയിനിങ് സെഷൻ നിർബന്ധമാണ് അറ്റൻഡ് ചെയ്യല്. അപ്പോ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. എനിക്ക് ചെയ്യുന്ന ഒരു ഫേവറായിട്ട് ഹെൽപ്പായിട്ട് കണ്ടാൽ മതി. ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, എഴുത്തായിട്ടും അതുപോലെ തന്നെ വോയിസ് ആയിട്ടും ഇന്നത്തെ സെഷൻ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാം. ഇനി പറ്റ പോക്കാണ് ഇന്നത്തെ സെഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പറയണ്ട, നെഗറ്റീവ് എന്നെ പേഴ്സണലി പറഞ്ഞോളൂ, ഗ്രൂപ്പിൽ പറയണ്ട കേട്ടോ. ഇൻഷാ അല്ലാഹ്. കാരണം അത്രയും നെഗറ്റീവ് ആണെങ്കിൽ കള്ളത്തരം ഗ്രൂപ്പിൽ പറയേണ്ടതില്ല. ആ നെഗറ്റീവ്സ് എന്നെ പേഴ്സണലി മെന്റേഴ്സിനോ ട്രെയിനേഴ്സിനോ അറിയിച്ചാൽ മതി. ഇനി അല്ല ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ പിന്നെ ഉപകാരപ്പെട്ടതാണെങ്കിൽ ആ പോസിറ്റീവ്സ് നമ്മളിങ്ങനെ ഉള്ളിൽ ഒതുക്കി ജീവിക്കരുത്. അത് ഒന്ന് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്താൽ ആളുകൾക്ക് പാരന്റ്സ് ട്രെയിനിങ് പങ്കെടുക്കണമായിരുന്നല്ലോ, അപ്പോൾ ഓരിങ്ങനെ പറയും, ഓഫ് എന്താ ചെയ്യാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓഡിയോ കൊടുക്കും. അല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, കിട്ടട്ടെ അങ്ങനെ തന്നെ വേണം എന്ന് പറയാനല്ല. ഓലിക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഒരാവശ്യപ്പെടുമ്പോൾ ഓഡിയോ അല്ലെങ്കിൽ ലിങ്കോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുത്തിട്ട് ഓലെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. അടുത്ത സെഷനിൽ ഓലെ എല്ലാവരും ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ അടുത്ത സെഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കൂടി നിങ്ങളുടെ വോയിസിലും ഇതിലൊക്കെ വന്നാൽ മനസ്സിലാവും ഒരു സെഷന് കൂടി ഉണ്ട്, അപ്പൊ അതിലും പങ്കെടുക്കാം എന്നുള്ള ഒരു ധാരണ പാരന്റ്സിന് വരും. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് ഗ്രൂപ്പിലൂടെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ട്രെയിനേഴ്സ് അതിനുള്ള സൗകര്യം ഒരുക്കും ഇൻഷാ അല്ലാഹ്. ശരി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും ഇരുന്നതും എഴുതിയതും മനസ്സിലാക്കിയതും ചിന്തിച്ചതും പിന്നെ ആലോചിച്ചതും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിന്റെ ഒക്കെ ഏറ്റവും അവസാനം എൻഡിൽ വരുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയാണ്. റബ്ബ് അത് നമുക്ക് നൽകട്ടെ. റബ്ബെ, ഞങ്ങൾ ഈ പറഞ്ഞത് കേട്ടത് ഒക്കെ ജീവിതത്തിൽ പകർത്താൻ ഒന്നാമതായി പറഞ്ഞവനും അതുപോലെ തന്നെ കേട്ട ആളുകൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ലക്ഷ്യം നീ നിർബന്ധമായും നിർവഹിക്കണം എന്ന് അങ്ങേയറ്റം നിർബന്ധ ബുദ്ധിയ നീ ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ് നിസ്കാരം. ആ നിസ്കാരത്തെ ഈ സമൂഹത്തിൽ എങ്ങനെയെങ്കിലും നമ്മളിൽ പ്രതീക്ഷ അർപ്പിച്ചു വരുന്ന ആളുകളിൽ എങ്ങനെയെങ്കിലും അതൊന്ന് ഉഷാറാക്കി കൊടുക്കണമെന്ന ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നീ പൂവണിയിച്ചു തരണേ റഹ്മാനെ. എല്ലാ അർത്ഥത്തിലും നീ ഈ ഒരു ഉദ്യമത്തെ, ഈ പരിശ്രമത്തെ സഹായിക്കണം റബ്ബേ. നിന്റെ സഹായമില്ലെങ്കിൽ ഇതൊക്കെ തോറ്റ് മൊത്തം പരാജയപ്പെട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിലാകും എന്ന് ഞങ്ങൾക്ക് അതിലൊരു സംശയവുമില്ല. നിന്റെ സഹായമുണ്ടെങ്കിലോ ഞങ്ങൾ എത്ര ദുർബലരാണെങ്കിലും ഇതൊക്കെ വൻ വിജയമായി മാറും എന്നതിലും ഞങ്ങൾക്ക് സംശയമില്ല. അതുകൊണ്ട് നീ ഞങ്ങളുടെ കൈപിടിക്കണേ റബ്ബെ, സഹായിക്കണേ റബ്ബെ. ഈ ഉമ്മമാരെ, ഇവരുടെ ഭർത്താക്കന്മാരെ, ഇവരുടെ കുട്ടികളെ ഒക്കെ
നിസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാബിറ്റ്സ് ഉണ്ടാക്കുന്ന, റുട്ടീൻ ഉണ്ടാക്കുന്ന, ഒരു ഫാമിലി നമാസ് കൾച്ചർ ഉണ്ടാക്കുന്ന ആളുകളാക്കി ഉയർത്തണേ റഹ്മാനെ. برحمتك يا عزيز يا جبار يا خالق الليل والنهار. والحمد لله رب العالمين، والسلام عليكم ورحمة الله وبركاته.